ആമേൻ. മതി. താങ്ക് യു വെരി മച്ച്. യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും. खुदावन मेरे लिए सब कुछ संभालेंगे. ആമേൻ. ആ തിരുവഴുത്തിനായിട്ട് ഒന്ന് കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. हाथ ऊपर करके हम खुदावन को आशीष देंगे. ഇന്ന് സന്ധ്യയിൽ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ വളരെ പ്രാർത്ഥനയോടുകൂടി ദൈവസന്നിധിയിലായിരിക്കാം. आज हम प्रार्थना के साथ हम बैठेंगे, परमेश्वर हमसे बात करेंगे. മനുഷ്യർ അനേക പ്രതിസന്ധികളെ നേരിടുന്നവരാണ്. जो हम सब बहुत सारे मुसीबतों को मुकाबला करता है. ഒരിക്കൽ അനുഗ്രഹീതനായ കർത്തൃദാസൻ ആമേൻ ജഡ്സൺ റാം എന്ന് പറയുന്ന ഒരു ദൈവദാസൻ അമേരിക്കൻ തന്റെ ഭാര്യയായിരിക്കുന്ന ആൻഡ് ആമേൻ ജഡ്സനോട് ചേർന്ന് അവരൊരുമിച്ച് ബർമയിൽ സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോകാൻ തീരുമാനിച്ചു. एक श्रेष्ठ दास बर्मा में सुसमाचार सुनाने के लिए गया. उनका नाम है जडसन और उनका परिवार के साथ गए. അവരൊരുമിച്ച് പോകാൻ തീരുമാനമായപ്പോൾ ഇന്നത്തെ പോലുള്ള സൗകര്യങ്ങളൊന്നുമില്ലാത്ത ഒരു കാലമാണ്. वहाँ पे उसी टाइम बहुत पुराने बात है, उसी टाइम बहुत सारे फैसिलिटीज बहुत कम ही थे, इसलिए तो वो लोग जाने की डिसाइड किया था. പരിചയമില്ലാത്ത സ്ഥലം, പരിചയമില്ലാത്ത ഭാഷ, जो उनको उनका राज्य के बारे में कोई जानकारी नहीं थे और उनका भाषा भी नहीं मालूम थे. പരിചയമില്ലാത്ത മനുഷ്യർ, उनका वहाँ के जो लोगों को भी जानता नहीं थे. ഒട്ടും പരിചയമില്ലാത്ത സംസ്കാരം, जो वहाँ पे जो उनका जो कल्चर है वो भी नहीं मालूम थे. അവരുടെ ഇടയിലേക്ക് അമേരിക്കക്കാരായ ദമ്പതികൾ കർത്താവിന്റെ മഹത്വമുള്ള വചനവുമായി പോകാൻ തീരുമാനിച്ചു. ऐसे जगह पे जो अमेरिका से एक बंदा बर्मा में जा रहा था. അവർക്ക് ദൈവം അങ്ങനെ ഒരു നിയോഗം നൽകി പോകാനുള്ള ദിവസങ്ങൾ അടുത്തു വരികയാണ്. खुदावन उनका मन में जो नियोग दिया था, इसलिए तो वो लोग जाने की तैयारी किया. उसकी दिन आ गया. ജഡ്സൺ റാവിന്റെ വൈഫ് ആനിന് വലിയ ആമേൻ ഉത്കണ്ഠയായി അവിടെ ചെല്ലുമ്പോൾ എങ്ങനെയായി തീരും, അവിടെയുള്ള ജനങ്ങൾ എങ്ങനെ പ്രതികരിക്കും, എങ്ങനെ അവരുടെ ഇടയിൽ ജീവിക്കും, അവരുടെ സംസ്കാരം അറിഞ്ഞുകൂടാ, ഭാഷ അറിഞ്ഞുകൂടാ, എങ്ങനെ അവിടെ കർത്താവിന്റെ വേല ചെയ്യുമെന്നുള്ള വലിയ ഭയം തന്നെ അലട്ടാനായിട്ട് തുടങ്ങി. जडसन राव, यस. उनका बीवी को मन में बहुत टेंशन आ गया. ये जो वहाँ का लोग कैसे जो उनको रिएक्ट करेगा और कैसे भाषण देगा और उनको कैसे परिवार को संभालेगा, सब बहुत सारे दुख परेशानियों को कैसे मुकाबला करेगा, वो सब सोच के उनका मन में बहुत दुख आ गया. ഓരോ ദിവസം ചെല്ലുന്തോറും അവർക്ക് ടെൻഷൻ വർദ്ധിക്കാനായിട്ട് തുടങ്ങി. जो दिन आने के तक उनको जो टेंशन इंक्रीज होना शुरू എപ്പോഴും किया. ഇതിനെ കുറിച്ച് പറയാൻ തുടങ്ങി. इसके बारे में जो टेंशन आने के बाद वो उसके बारे में बात करना शुरू किया. നമുക്കറിയാം മനുഷ്യരൊക്കെ ഭയത്തിന് അടിമകളായിട്ടുള്ള മനുഷ്യരുണ്ട്. हमें मालूम है अगर कोई भय हमारा मन में आता है, बहुत सारे लोग ऐसे भय का अंदर भी रहता है. ലോകത്ത് ഭയമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? എന്തിനെങ്കിലും ഭയമില്ലാത്ത ആരെങ്കിലും ഇതിനകത്ത് ഇരിപ്പുണ്ടോ? जो इस दुनिया में बिना डर से कोई रहता नहीं है, ऐसा कोई बंदा इधर भी नहीं होगा. I would like to see your hands raised. Amen. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈ ഉയർത്തി. എനിക്ക് ഒന്നിനെ പേടിയില്ലെന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈ ഉയർത്തിക്കും. अगर कोई बिना डर से रहता है तो उनका हाथ ऊपर कर लिए. ആരുമില്ലല്ലോ അല്ലേ? പ്രൈസ് ദി ലോർഡ്. ഞാനും ഉയർത്തിയില്ല. സ്തോത്രം. അപ്പൊ നമുക്കെല്ലാം പലതരത്തിലുള്ള ഭയങ്ങൾ നമ്മളെ ഗ്രസിക്കാറുണ്ട്. हम सबको कोई ना कोई रीजन से हम सबको मन में डर आता है. ഫോബിയ എന്ന വാക്കിൽ നിന്നാണ് ഫിയർ എന്ന പദം ഉണ്ടായിരിക്കുന്നത്. हमें मालूम है जो फोबिया इस वाक्य में से जो फियर का नाम निकल गया. बहुत सारे डर के, बहुत सारे भय के बारे में जो लोग रहता है, भय में बर्क रहता है. ചിലർക്ക് ഇരുട്ടിനെ പേടിയുള്ളവരുണ്ട്. कुछ लोग जो अंधेरे में डरता है. ചിലർക്ക് വെളിച്ചത്തെ ഭയമുള്ളവരുണ്ട്. कुछ लोग जो रोशनी से डरता है. ചിലർക്ക് പാമ്പെന്ന് എഴുതി കാണിച്ചാൽ മതി, ഇവൻ ആ വഴിക്ക് പോകത്തില്ല. कुछ लोग ऐसे सांप का नाम सुन के डरता है. ആമേൻ. അരിക്കൊമ്പനെ പേടിയില്ലാത്തൊരു കേരളത്തിൽ കാണത്തില്ല. जैसे जो हमें मालूम है पिछले दिनों में हम यही आवाज सुन रहा था, जो एक हाथी का नाम है अरिकम्बन, उसके बारे में सब लोग डरता है. അവിടെയുള്ള നാട്ടുകാരും റേഷൻ കടക്കാർ മുഴുവൻ പേടിയില്ല. രാവിലെ ചെല്ലുമ്പോൾ റേഷൻ കട കാണുകയെന്ന പലരുടെ ചിന്ത. കാരണം ഇതിന് ഏറ്റവും ഇഷ്ടമുള്ള സാധനം അരിയാ. जो ये जो हाथी है वो हमेशा वो चावल खाता है, इसलिए तो सब लोग डरता है. അങ്ങനെ ചുരുക്കം പറഞ്ഞാൽ ഏതാണ്ട് 86 തരം ഭയമുണ്ടെന്നാ പറയുന്നത്. ऐसे सो सुनाता है 86 तरीके से डर का नाम अलग अलग डर है. നമ്മൾ വിധേയരാണ്. तो कोई ना कोई भय से हम सब डरता है. ആ പണ്ടൊരിക്കലും ഒരു അപ്പൻ അവൻ മക്കളെ അടുത്തിരുത്തി വലിയ അവൻ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. പഴയ ഭയങ്കര കഥകളൊക്കെ പറയാണ്. एक पिताजी उनका बेटों को बिठा के कुछ कहानी सुना रहा था. അദ്ദേഹം ഭയങ്കര വീരനായിരുന്നു, ശൂരനായിരുന്നു എന്ന് തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. उनका जो वीर चरित्र उनको सुना रहा था. ആനയൊക്കെ ചൂണ്ടുമർമ്മം കൊണ്ട് അവൻ വിരല് ചൂണ്ടി നിർത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു.
उसने जो कहा मैंने हाथियों को मेरा उंगली से उंगली दिखा के बंद रुका था ഒരു ജീവിയും പേടിയില്ലെന്ന് പറഞ്ഞു. मेरे को कोई भी जीवित कोई भी जानवर से डरता नहीं है പിള്ളേർ അത്ഭുതപ്പെട്ട് അപ്പന്റെ മുഖത്തോട്ട് ഇങ്ങനെ നോക്കിയിരിക്കുക. ये सब सुन के बच्चा उनका पिता का मुंह में देखे बैठा ഇത്രയും വലിയ വീരശൂര പരാക്രമിയാണല്ലോ ഞങ്ങളുടെ പപ്പ എന്ന് വിചാരിച്ചിരിക്കുക. ऐसे ऐसे ग्रेट मैन है हमारा जो पिताजी है ऐसे सोच के वो हमारा उनका फेस देख के बैठा था അപ്പൊ അതിലൊരു കുഞ്ഞ മോളെ പപ്പായിട്ട് ചോദിച്ചു, പപ്പായ്ക്ക് അപ്പൊ ലോകത്ത് ഒന്നിനെ പേടിയില്ലെന്ന് ചോദിച്ചു. उसके छोटी बच्ची ने ये पूछा अब कोई भी किसी से कोई डरता नहीं है क्या പപ്പ പറഞ്ഞു എനിക്ക് ഒന്നിനെ പേടിയില്ലെന്ന് उसने പറഞ്ഞു. बोला मैं किसी से भी नहीं डरता കൊച്ചു ഇങ്ങനെ താടിക്ക് കൈ കൊടുത്തിട്ട് മമ്മിയെ മാത്രമേ അപ്പൊ പേടിയുള്ളല്ലേ ബാക്കി ഒന്നിനെ പേടിയില്ലല്ലേ എന്ന് ചോദിച്ചു. उसे वो बहुत हंसी से उससे कहा हाँ पापा को किसी के डरता नहीं है लेकिन उनका सिर्फ बीवी से डरती है ചിലർക്ക് ബീവിമാരെ പേടിയാ. कुछ लोग ऐसा है कि उनको किसी से नहीं डरता लेकिन बीवी से डरती है നമ്മുടെ ആൾക്കാർക്ക് ആ കുഴപ്പമൊന്നുമില്ല, അതിനായിട്ട് സ്തോത്രം. हमारा कोई बंदा ऐसा नहीं होता ആമേൻ. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ലോകത്ത് പലതരത്തിലുള്ള ഭയത്തിന് മനുഷ്യർ അടിമകളാണ്. मैं जो ये बताने की रीजन है ये कि लोग दुनिया में कोई ना कोई डर से सब लोग डरता മനുഷ്യൻ बैठता है ആമേൻ ഈ ഭയത്തിനെ എങ്ങനെ അഭിമുഖീകരിക്കണമെന്ന് അറിഞ്ഞുകൂടാ. इसी से ये जो परेशानियों को कैसे हम मुकाबला करेंगे ആമേൻ. അതേ വലിയ ഭയമാണ് ഇപ്പോൾ ആൻ എന്ന് പറയുന്ന സഹോദരിക്കും നാളെ ആമേൻ ബർമയിലേക്ക് ചെന്നാൽ അവിടുത്തെ സാഹചര്യം എന്താണ്, അവിടുത്തെ മനുഷ്യർ എങ്ങനെയാണ്, എന്താണ് ചെയ്യുക എന്നുള്ള വലിയ ഭയം അവരെ പിടിക്കാനായിട്ട് തുടങ്ങി. उनका मन में भी यही डर आया था कैसे हम आगे जाके उसी जगह पे जो बिना जानकारी लोगों के बीच में कैसे भाषण देगा वो सोच के उनका मन में बहुत दर्द आ गई ആമേൻ. അങ്ങനെ വളരെ ഭാരപ്പെട്ടിരിക്കുമ്പോൾ തന്നെ ഭർത്താവ് തന്നോട് ചോദിച്ചു, ആമേൻ, ആൻഡ് വാട്ട് ഹാപ്പൻ ടു യു, ആമേൻ, വൈ യു ആർ ഗെറ്റിംഗ് വറീഡ്, എന്താ നിന്റെ പ്രശ്നം, എന്തിനാണ് നീ ഇത്ര വറീഡ് ആയിരിക്കുന്നത് എന്ന് ആനിനോട് ചോദിച്ചു. वो सेवकाई उनका बीवी से आन जैसे से आन थे उनके नियम उससे पूछे क्यों मैं डरती बैठी है ആമേൻ. അവര് സങ്കടങ്ങളും അവർ അഭിമുഖീകരിക്കാൻ പോകുന്ന പ്രതിസന്ധികൾ, അവിടെ ഉണ്ടാകാൻ പോകുന്ന പ്രയാസങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കും, പ്രശ്നങ്ങൾ, ഇതെല്ലാം അങ്ങ് നിരത്തി വെച്ചു. हाँ उसने जो बहुत सारे रीजन उनका सामने निकाल के दिखा दिया അദ്ദേഹം പതുക്കെ തോളത്ത് തന്റെ ഭാര്യയുടെ തോളത്ത് തട്ടിട്ട് പറഞ്ഞു, come with me. उसने उनका जो बीवी को उसने कहा तुम मेरे पास आओ मेरे साथ आओ He took his Bible and opened it. उसने अपना बाइबल निकाल के उनको दिखा दिया Psalm 27 verse 1. भजन संगीता 27 अध्याय उसने दिखा दिया 27 സങ്കീർത്തനം 1-ാമത്തെ വാക്യം ഒന്ന് ശബ്ദം ഉയർത്തി വായിക്കാം. യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും. खुदावन मेरा रोशनी है खुदावन मेरा रक्षा है मैं क्यों डरता है യഹോവ എന്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും. वो खुदावन मेरा जीवन का बल है क्यों मैं डरता हूँ ഇന്ന് രാത്രി ദൈവവചനം കേൾക്കുന്നവരോട് പറയട്ടെ, ജീവിതത്തിൽ ഒരുപാട് ആകുലതകളും വ്യാകുലതകളും ആവശ്യങ്ങളും പ്രതിസന്ധികളും ഒരുപാട് നമ്മളെ ഭാരപ്പെടുത്തുന്ന വിഷയങ്ങളും ഉയർന്നു വന്നേക്കാമെങ്കിലും തിരുവെഴുത്ത് ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവത്തിനോട് പറയുന്നത്, ആമേൻ, നിനക്ക് ദൈവമുണ്ടെങ്കിൽ നീ ഒന്നും പേടിക്കണ്ട. आपका जिंदगी में बहुत सारे परेशानियों को मुकाबला करना पड़ेगा आपका सामने बहुत सारे परेशानी आएगा लेकिन आप विश्वास के साथ आप वजन निकाल के आप दिखा सकता है खुदावन मेरा रोशनी है खुदावन मेरा उद्धार है खुदावन मेरा मुझे संभालेगा मेरा हर परेशानियों को वो मुकाबला करने की ताकत मुझे देगा വിശ്വസിക്കുന്നവർ ഒന്ന് ചേർന്ന് കരങ്ങൾ ഉയർത്തി ദൈവത്തെ जो विश्वास സ്തുതിക്കാം. करेगा तो आप हाथ ऊपर करके खुदावन को आशीष നമ്മുടെ दे സകല വിഷയങ്ങൾക്കും മതിയായവനാണ് നമ്മുടെ ദൈവം. हम मेरा सारे परेशानियों को वो काफी है കഴിഞ്ഞ രാത്രി ഞാൻ ദൈവവചനം പാഴ്സനേജിൽ പ്രസംഗിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ജനിക്കുന്നതിന് 200 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ജാതീയ രാജാവിനെ കുറിച്ച് യെശയ്യാ പ്രവാചകൻ 45-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ എഴുതി വച്ചിരിക്കുന്നു. जो कल रात को मैंने यही भाषण दिया था 200 साल पहले जो एक भविष्य वक्ता इस प्रकार एक राजा जन्म देने से भविष्यवाणी दिया അവിടെ നാം വായിക്കുന്ന യഹോവ തന്റെ അഭിഷക്തനായ കോരേശനോട് അരുളി ചെയ്യുന്നത്, वहां पे इसी प्रकार कहता है खुदावन उनका अभिषक्त कोरस को इस प्रकार कहता है ആ വാക്യം ഒന്ന് വായിച്ചാട്ടെ. ആ ആ ആ അടയാതിരിക്കേണ്ടതിനും ഞാൻ അവന്റെ വലം കൈ പിടിച്ചിരിക്കുന്നു. ആ അടുത്തതാണ്. ആ
ഖണ്ഡിച്ച് കളയുകയും ചെയ്യും. ശ്രദ്ധിക്കണമേ, ജനിക്കുന്നതിനും 200 വർഷങ്ങൾക്ക് മുമ്പ് പേർഷ്യൻ ചക്രവർത്തിയായിരുന്ന കോരേശിനോടുള്ള ദൈവത്തിന്റെ അരുളപ്പാടാണ്, ഞാൻ നിന്നെ കയ്യെ പിടിച്ചിരിക്കുന്നു, ഞാൻ നിനക്ക് വഴി തുറന്നു തരും. वो जन्म लेने से 200 साल पहले खुदावन उनको भविष्यवाणी दिया, तुम्हारा हाथ में पकड़ा हुआ है, मैं तुम्हें ताकत देंगे. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട തന്റെ ഓമന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ദൈവം വഴി തുറക്കത്തിലെ ഉറപ്പുള്ളവരെന്ന് ചേർന്ന് ദൈവത്തെ സ്തുതിച്ചേ. अगर एक पर्शियन किंग के लिए ऐसा करेगा तो उनका अपना खून देके जीवन दिया हुआ हम सबके लिए खुदावन हमारे लिए कितनी अच्छा नहीं करेगा. നിശ്ചയമായും ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. खुदावन हम सबके लिए काम करेगा. നിശ്ചയമായും ദൈവം നമുക്ക് വേണ്ടി വഴികളെ തുറക്കും. परमेश्वर हम सबके लिए रास्ता खोलेंगे. ഏത് പ്രതിസന്ധിയിലും ദൈവം നമുക്ക് ഒരു ഓപ്പണിംഗ് നൽകി തരും. हर परेशानियों के बीच में हमारे लिए रास्ता രാത്രി खोलेंगे. ഓപ്പണിംഗ് ഇല്ലെന്ന് വിചാരിച്ച് ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ ഒന്ന് വിശ്വാസത്തോടെ സ്തോത്രം പറഞ്ഞ് എന്റെ ദൈവം എനിക്ക് വഴി തുറന്നു തരും. अगर कोई रास्ता नहीं खुलेगा, ऐसे सोच कर बैठे तो आप स्तोत्र के साथ बैठो, स्तुति के साथ बैठो, खुदावन आपके लिए रास्ता खोलेंगे. ആമേൻ. നാം വായിച്ച വാക്യത്തിലേക്ക് നമുക്ക് കുറിവാക്യത്തിലേക്ക് മടങ്ങി വരാം. 138 സങ്കീർത്തനം അവസാന വാക്യം നാം ഇങ്ങനെ വായിച്ചു, യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും. भजन संहिता 138 में हम लोग ये पढ़ा, खुदावन मेरे लिए सब कुछ संभालेगा. ആമേൻ. ദൈവത്തിന് തന്റെ കുഞ്ഞുങ്ങളെ കുറിച്ച് ഒരു പ്ലാൻ ഉണ്ട്. खुदावन हम सबके लिए एक पद्धति है. ദൈവത്തിന് മാനവജാതിയെ കുറിച്ച് മുഴുവൻ പ്ലാൻ ഉണ്ട്. जो सारे लोगों के लिए खुदावन का एक पद्धति है. ദൈവത്തിന്റെ പ്ലാൻ എന്താണ് മാനവജാതിയെ കുറിച്ച്? आपको मालूम है खुदावन की पद्धति क्या है? യോഹന്നാൻ 3:16 അതിന്റെ ഉത്തരം കിടപ്പുണ്ട്. जो यूहन्ना का सुसमाचार 11 अध्याय पर 3रा वचन पे इस प्रकार कहता है. ആമേൻ. എന്താ പറയുന്നത്? 3:16 3:16 ഉത്തരം വിശ്വസിക്കുന്ന അപ്പൊ ദൈവത്തിന്റെ പ്ലാൻ എന്ന് പറയുന്നത് ഒരു കുഞ്ഞു പോലും നശിച്ചു പോകരുത്. खुदावन का जो यही पद्धति है, दुनिया से कोई भी लोग नाश में नहीं जाना चाहिए. എല്ലാവരും നിത്യജീവൻ പ്രാപിക്കണം. എല്ലാവരും ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ അനുഭവിക്കണം. सबको अनंत जीवन पाना चाहिए. ഇതാണ് ദൈവത്തിന്റെ പ്ലാൻ. यही तो खुदावन का पद्धति എന്നാൽ है. മറ്റൊരാൾ വേറൊരു പ്ലാനുമായിട്ട് നടക്കുന്നുണ്ട്. लेकिन दूसरा एक पद्धति करके एक बंदा चलता Is है. none other than our adversary, the very person Satan is the adversary. वो जो है हमारा दुश्मन शैतान है. ആമേൻ. പിശാചിനൊരു പ്ലാൻ ഉണ്ട് മനുഷ്യനെ കുറിച്ച്. उनको भी एक पद्धति है इंसानों के लिए. ദൈവത്തിന് മനുഷ്യനെ കുറിച്ച് ഒരു പ്ലാൻ ഉണ്ട്. खुदावन को इंसान के लिए एक पद्धति है. പിശാചും അതിനനുസരിച്ച് ഒരു പ്ലാൻ ഉണ്ടാക്കുന്നുണ്ട്. शैतान को इंसान के लिए एक पद्धति അവന്റെ है. പദ്ധതി മുഴുവൻ മനുഷ്യനെ എങ്ങനെ തകർക്കാമെന്നതാണ്. तो शैतान का जो पद्धति है, सबको कैसे नाश में डालेगा, എങ്ങനെ സമാധാനം നഷ്ടപ്പെടുത്താമെന്നാണ്. कैसे मन से समाधान कैसे എങ്ങനെ निकालेगा, അവനെ നശിപ്പിച്ചു കളയാമെന്നാണ്. कैसे लोगों को नाश में डालेगा, അവൻ നിത്യശിക്ഷയിലേക്ക് കടക്കുമ്പോൾ എങ്ങനെ അവന്റെ കൂടെ നിത്യ നരകത്തിൽ കിടത്താമെന്നാണ്. नित्य विनाश में कैसे डालेगा, यही सोचता है. എന്നാൽ നമ്മുടെ ദൈവത്തിന്റെ പ്ലാൻ എന്താണ്? നമുക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ട് ജീവൻ ഉണ്ടാകുവാനുമാണ് നമ്മുടെ ദൈവം लेकिन ആഗ്രഹിക്കുന്നത്. हमारा मसीह का जो पद्धति यही है, वो सबको जीवन देना चाहता हूँ, अनंत जीवन देना चाहता हूँ. അവൻ ഇസ്രായേൽ ജനതയെ ദൈവം മിസ്രൈമിൽ നിന്ന് വീണ്ടെടുത്തിരിക്കുകയാണ്. तो इसराइल लोगों को जो मिस्रईम से लेके आया था, Amen. The very book of Exodus teaching us that amen, the people of Israel were redeemed from the nation of Egypt. वो जो इजिप्ट से उनको रक्षा करके उनको उनसे बाहर से लेके അവരെ आया, അവിടെ നിന്ന് ദൈവം നടത്തിക്കൊണ്ട് വരികയാണ്. उनको जो जंगली से लेके आ रहा था, ആമേൻ. അവര് രക്ഷപ്പെട്ട് അവിടെ നിന്ന് വന്ന ചെങ്കടലിന്റെ മുൻപിൽ എത്തിയിരിക്കുകയാണ്. वो सब चल के वो रेड सी के सामने आ गया. ആമേൻ. മുന്നോട്ട് നോക്കിയ ജനത്തിന്റെ മുന്നിൽ ഒരു വഴിയും കാണുന്നില്ല. वो आगे देखा तो कोई रास्ता नहीं है, समुद्र है. ആമേൻ. പിന്നിലേക്ക് അവരൊന്ന് നോക്കി. जब मैं पीछे देखा, എന്തായാലും മുന്നിൽ വഴിയില്ല, പിന്നിലേക്ക് നോക്കി. जो आगे कोई रास्ता नहीं है, इसलिए तो पीछे देखा. പിന്നിലേക്ക് നോക്കിയപ്പോൾ കാണുന്നത് ഫറവോനും സൈന്യവും വരുന്നതാണ്. जो पीछे जो फारोन उनका सेना लोग आ रहा था. ആമേൻ. വശങ്ങളിലേക്ക് ഓടി രക്ഷപ്പെടാൻ കഴിയത്തില്ല. कोई रास्ता नहीं है, साइड में भी कोई रास्ता नहीं था. മുന്നിലേക്ക് ഓടി ചെങ്കടലിലേക്ക് ചാടി രക്ഷപ്പെടാൻ കഴിയത്തില്ല. आगे जाएंगे तो समुद्र में कूद के नहीं जा सकता है. ഒരു വഴിയും അവരുടെ മുന്നിൽ കാണുന്നില്ല. उनके सामने से उनका सामने कोई रास्ता नहीं है. ആമേൻ. അവരെ നയിക്കുന്ന അവരുടെ നായകനായ പിശാചിന് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. लेकिन उसका एक पिशाच के लिए, वो शैतान के लिए एक पद्धति थे. എന്തായിരുന്നു പിശാചിന്റെ പദ്ധതി? वहां पे भी शैतान को एक पद्धति थे. Exodus 15:9 15-9 വാക്യം, പുറപ്പാട് 15:9. जो निर्गमन
अध्याय 15 15-9 വാക്യം. वचन 9 में इस प्रकार पढ़ता है, ആമേൻ. ശ്രദ്ധിക്കുക. ഞാൻ പിന്തുടരും, പിടിക്കും, കൊള്ള പങ്കിടും, എന്റെ ആശ അവരാൽ പൂർത്തിയാകും. അടുത്തത്, എന്റെ കൈ അവരെ നിഗ്രഹിക്കുമെന്ന് ശത്രു പറഞ്ഞു. ആമേൻ. പിശാചിന്റെ പ്ലാൻ, ശത്രുവിന്റെ പദ്ധതി വീണ്ടെടുക്കപ്പെട്ട ജനത്തെ ഇല്ലായ്മ ചെയ്യുക എന്നതാ. जो उनका पद्धति है वो शैतान का यही पद्धति है, वो अपने तलवार से उनको मृत्यु में डालने का था. എന്നും ദൈവത്തിന്റെ പദ്ധതിക്കെതിരാ പിശാച്. उनका हमेशा जो खुदावन का जो पद्धति है उनके खिलाफ थे शैतान का जो ആമേൻ. पद्धति. അതുകൊണ്ട് ഒരു ദൈവമക്കളും പേടിക്കേണ്ടതില്ല. പിശാച് ദൈവത്തിന്റെ പദ്ധതിക്ക് എതിരായിക്കൊള്ളട്ടെ, പക്ഷേ സർവശക്തനായ ദൈവം നമ്മുടെ പക്ഷത്തുണ്ട്. इसलिए तो हम कोई डरने की कोई बात नहीं है, क्योंकि हमेशा वो खुदावन का खिलाफ ही रहता है, लेकिन उसने उसको तोड़ देंगे. ശത്രു സൈന്യം പറയുന്നു, ഞാൻ എന്റെ വാളൂരും അവരെ നിഗ്രഹിക്കും, അങ്ങനെ എന്റെ ആശ അവരാൽ പൂർത്തിയാകും. वो जो यही समय हमारा दुश्मन एक कहता है, मैं अपना तलवार निकाल के उनको मार डालेंगे, लेकिन कुछ नहीं हो ഒരു सकता. കാര്യം നാം മറന്നു പോകരുത്. ഞാൻ നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഈ വലിയ പ്ലാനുമായിട്ട് പിശാച് നമ്മുടെ പുറകെ നടന്നതാ. हम सबको यही सोचना चाहिए, हम सब रक्षा निर्णय प्राप्त करने से पहले हम सबके पीछे ये शैतान चल रहा था. പാപികളായി ജീവിക്കുന്ന സമയത്ത് അവന്റെ ആടുകളായി മേയിക്കപ്പെട്ടിരുന്നപ്പോൾ അവന്റെ ആശ നമ്മാൽ പൂർത്തിയാകുവാൻ തക്കവണ്ണം അവൻ നമ്മെ കൊണ്ടു നടന്നതാ. हमारे पीछे से हम सबको लेके वो अपना उनका मन की पसंद कर रास्ता से हम सबको चलाता പക്ഷേ था. കർത്താവിനെ കണ്ടുമുട്ടി കർത്താവിന്റെ മക്കളായി തീർന്നപ്പോൾ ഇരുട്ടിന്റെ അധികാരത്തിൽ ദൈവം നമ്മെ വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലേക്ക് നമ്മളെ ആക്കി വെച്ചു. लेकिन हम सबको यीशु मसीह को मिलने के बाद जो अंधकार में हम लोग रहते थे, हमें रोशनी के पास उसने लेके आया. ആമേൻ. നമ്മുടെ ജീവിതത്തെ രണ്ടായി നമുക്ക് തിരിക്കാം. हमारा जिंदगी को दो तरीके से हम देख सकता है. ആമേൻ. ഒന്ന് ബിഫോർ ക്രൈസ്റ്റ്, കർത്താവ് ഇല്ലാതിരുന്ന ഒരു സമയം. एक तो यीशु मसीह के पहले, ആമേൻ. രണ്ടാമത് കർത്താവിനോട് കൂടെയുള്ള ഒരു സമയം. दूसरा जो यीशु मसीह के साथ हम रहता है. കർത്താവ് ഇല്ലാതിരുന്ന കാലത്തെ കുറിച്ച് നിങ്ങളൊന്ന് പിന്തിരിഞ്ഞു നോക്കുക. ഈ മാർഗത്തിൽ ജനിച്ചു വളർന്ന ധാരാളം പേരുണ്ടായിരിക്കാം. आप थोड़ा सोचो, बिना यीशु मसीह के साथ हम जो जी रहा था, कैसे थे हमारा जिंदगी. ഞാൻ ഒരു ആമേൻ സാധാരണ ക്രൈസ്തവ കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത്. मैं भी ऐसे एक क्रिश्चियन फैमिली में जन्म दिया. പെന്തക്കോസ്ത് കുടുംബത്തിലല്ല ജനിച്ചത്. कोई पेंटिकोस फैमिली में नहीं दिया था, नहीं जन्म लिया. പെന്തക്കോസ്തുകാരോട് ഒരു താല്പര്യമില്ലാതെ നടന്ന മനുഷ്യനാ. मैं कोई पेंटिकोस लोग से मैं कोई इंटरेस्ट नहीं था. എന്റെ മോന്റെ ഒക്കെ പ്രായത്തിൽ ഞാൻ ആമേൻ ആ പ്രായത്തില് ഞാനൊരു 15 വയസ്സൊക്കെ മുതൽ നന്നായി കാര്യങ്ങളെ തിരിച്ചറിയുന്ന കാലം മുതൽ ആമേൻ ഈ മാർഗത്തെ കളിയാക്കി ആമേൻ നടന്ന ദിവസങ്ങൾ ഞാൻ ഓർക്കാറുണ്ട്. जो मेरे यौवन समय पर मैं जो पेंटिकोस लोगों को जो हंसी करता था. ഞങ്ങളുടെ അവിടെ ആകെ ഒരു ആമേൻ പെന്തക്കോസ്ത് സഭയാണ് അന്നുണ്ടായിരുന്നത്. हमारा जगह पे एक ही पेंटिकोस चर्च थे, ടിപിഎം ചർച്ചായിരുന്നു. एक टीपीएम का चर्च थे. ഞാൻ വല്ലയിടത്തും ഒക്കെ പോയിച്ച് ഞാൻ കൂട്ടുകാരും ഒക്കെ വരുമ്പോൾ ഈ ചർച്ചിന്റെ ഫ്രണ്ടിൽ കൂടെ പോകുന്നത്. ये सब कलिशा का सामने से हम लोग चलता था. ഞങ്ങളെല്ലാം കൂടെ ചേർന്ന് ഒരു പാട്ട് പാടും. वो जो कलिशा का सामने जब आएगा, हम लोग सब मिलकर गाना गाता था. അവൻ അന്ന് പാടി കളിയാക്കിയിരുന്ന പെന്തിക്കോസിൽ ചേരണം, കപ്പ മീനും തിന്നണമെന്ന് പറഞ്ഞ് അതിന്റെ വാതിക്ക് വന്ന് പാടുമായിരുന്നു. एक पुराना गाना था, हम सब गा के उनको मजाक करता था. അങ്ങനെ കളിയാക്കി നടന്നത് ഞാൻ. ऐसा हमारा जिंदगी चल പക്ഷേ रहा था. 18ാമത്തെ വയസ്സിൽ കർത്താവ് എന്നെ തൊട്ടു. लेकिन मेरे 18 साल में खुदा ने यीशु मसीह मुझे टच किया. ഒരു പട്ടാളക്കാരന്റെ മകനായി ജനിച്ചു വളർത്തപ്പെട്ടതാണ്. एक फौजी का बेटा था. അവൻ വളരെ മദ്യപാനിയായ ഒരു പിതാവിന്റെ മകനായി ജനിച്ചു വളർത്തപ്പെട്ടതാണ്. मेरा पिताजी बहुत ढाकरस पीता था. അവൻ ജീവിതത്തിൽ എല്ലാ തകർച്ചകളിലേക്ക് കടന്നുപോയതാണ്. हर मुसीबत में അവിടെ നിന്ന് രക്ഷപ്പെടുവാൻ അനേക വഴികൾ പരിശ്രമിച്ചു നോക്കി. वहां से हम गड्ढे में चला गया था, वहां से निकलने की कोई रास्ता नहीं मिला था. എല്ലാം പരാജയമായി തീർന്നു. हर रास्ता हमारे लिए बंद थे. മരണത്തെ കുറിച്ച് ആഗ്രഹിച്ച നാളുകൾ ഉണ്ടായിരുന്നു. कुछ दिनों में हम मरने के लिए भी सोचता था. എന്നാൽ സ്നേഹവാനായ കർത്താവിന്റെ ജീവിതത്തെ സന്ദർശിച്ച് എന്റെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ രൂപാന്തരപ്പെടുത്താൻ കഴിയുന്ന യേശു എന്റെ ജീവിതത്തെ സന്ദർശിച്ചു. लेकिन खुदा ने यीशु मसीह हमारा जिंदगी में एक दिन आ गया, मेरा जिंदगी बदल गया. യേശു ഇല്ലാത്ത ഒരു കാലത്ത്
അനേക പുണ്യ സ്ഥലങ്ങളിൽ പോകുമായിരുന്നു. बिना यीशु मसीह का दिन में मैं बहुत सारे पुण्य जगह पे जाता था. കുടുംബത്തിലുണ്ടാകുന്ന തകർച്ചകളുടെ പരിഹാരം ഉണ്ടാകേണ്ടതിനു വേണ്ടി അറിവുള്ള മാർഗങ്ങളും വഴികളും സ്ഥലങ്ങളും ഒക്കെ അന്വേഷിച്ചു നോക്കി. मैं बहुत सारे जगह पे मैं जाके यही प्रार्थना किया क्या रास्ता है अच्छा दिन आने के പക്ഷേ लिए, എല്ലാം പരാജയമായിരുന്നു. लेकिन मेरा जो हर काम पानी में गिर गया, നിരാശയായിരുന്നു അതിന്റെ ഫലം. तब मैं निराश पर ഇനി गया. ഒരു വഴിയുമില്ലെന്ന് मुझे വിചാരിച്ചിരിക്കുകയാണ്. मेरे सामने कोई और रास्ता नहीं അപ്പോഴാ था. സാധുവായ ഒരു ദൈവഭക്തനായ ഒരു മനുഷ്യൻ, ഒരു റബ്ബർ വെട്ടുകാരൻ, ആമേൻ, ഞങ്ങളുടെ അകന്ന ബന്ധത്തിലുള്ള ഒരാൾ ഞങ്ങളുടെ വീട്ടിൽ വന്നതാണ്. हर रास्ता जब मेरे सामने बंद है उसी टाइम एक लेबर मेरा घर पे आ गया. അദ്ദേഹം യേശുവിനെ കുറിച്ച് ഞങ്ങളോട് പറയാൻ തുടങ്ങി. उसने मेरे यीशु मसीह के बारे में मुझे ഞാൻ समझाया. പറഞ്ഞു, എന്റെ പൊന്നുകുട്ടപ്പൻ ചേട്ടാ, കൊല്ലക്കുടി സൂചിപ്പിക്കാൻ നോക്കരുത്. मैंने ഈ മാർഗത്തെ കുറിച്ചൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. मैंने उनको बोला मुझे कोई सिखाने की जरूरत नहीं है, मेरे को ये सब जानता ആമേൻ. है. മരിച്ചാൽ ഞങ്ങളുടെ കുടുംബത്തെ പള്ളിയിൽ ഒന്നാം നിരയിൽ അടക്കാനുള്ള അവകാശമുണ്ട്. കാരണം ഞങ്ങളുടെ വല്യപ്പന്റെ കാലത്ത് സ്ഥലം കൊടുത്ത് അവിടെ പള്ളി വെക്കാനിടയായതുകൊണ്ട് ഒന്നാം നിരയിലൊക്കെ അടക്കാനുള്ള അവകാശമുണ്ട്. मेरे खानदान में बहुत सारे प्रमुख लोग थे, वो लोग बहुत सारे पैसा दे के जो एक कलिशा बना रखा था वहां पे, मेरा जब मरने के बाद हमारे लिए ठूम बनाने के पैसा भी दिया था. സാധാരണ പള്ളികളിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാറുണ്ട്. जो कलिशा में हम सब जो यूजुअली करता है वो सब പക്ഷേ करके आता था, സ്ഥിരമായിട്ട് പള്ളിയിലൊന്നും പോകാറില്ല. लेकिन हम हमेशा बस ऐसे जाके आता था. 15ാമത്തെ വയസ്സിൽ ആമേൻ മൈക്കിൾ ജോൺ ബിഷപ്പ് വന്ന് തലേ കൈവച്ച് സ്ഥിരീകരണമൊക്കെ തന്നു. एक विषय पाके 15 साल में मुझे मेरा सिर पे हाथ रखे मेरे को पवित्र आत्मा का आशीष दे रहा था, दे दिया. ഇതൊക്കെയാണെങ്കിലും ഒരു സമാധാന ജീവിതത്തിലില്ല. ये सब होने के बाद भी मेरा जिंदगी में कभी शांति नहीं मिलता था. പ്രശ്നങ്ങൾ ഒന്നൊന്നായി വർദ്ധിച്ചു വരികയാണ്. मेरा जिंदगी में बहुत सारे परेशानी आ रहा था. ആമേൻ. ഒരു സമാധാനവും ഇല്ലാതെ അലയുന്ന കാലം. वो बिना शांति से हमें ढूंढ रहा था. ആമേൻ. കർത്താവിന്റെ ജീവിതത്തിൽ അതെല്ലാം വിശദീകരിച്ചാൽ പറയുന്നില്ല. 18ാമത്തെ വയസ്സിൽ കർത്താവിനെ തൊടുവാനിടയായി. लेकिन ये सब दुख के बीच में 18 साल पे खुदावन यीशु मसीह मेरा जिंदगी में आ ഏത് गया. മാർഗത്തെ കുറിച്ച് പാട്ടുപാടി അപമാനിച്ചു നടന്നുവോ അതേ മാർഗത്തിലേക്ക് ആമേൻ എല്ലാവരുടെ മുൻപാകെ വിശുദ്ധ വേദപുസ്തകം പിടിച്ച് ആമേൻ ജലത്തിൽ യേശുവിനെ സാക്ഷീകരിപ്പാൻ ദൈവം എനിക്ക് അവസരം തന്നു. जिस मार्ग के लिए मैं हंसी करता था, मैं मजाक करता था, उसी मार्ग में मैं आ गया. मैं पवित्र वचन लेके उनके सामने आके भाषण देना शुरू ഈ किया. ബൈബിൾ പിടിച്ചോണ്ട് നടക്കാൻ ആമേൻ അപമാനമായി ചിന്തിച്ചിരുന്ന എന്നെ കർത്താവ് ഈ വചനം എടുത്തുകൊണ്ട് കേരളത്തിലുടനീളം ആമേൻ പോകുവാൻ, ഇന്ത്യയിൽ അനേക സ്റ്റേറ്റിൽ പോകുവാൻ, ലോകത്ത് അനേക രാജ്യങ്ങളിൽ പോകാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. जो पवित्र वचन हाथ में लेने की मन नहीं करता था, अपमान समझ रहा था, लेकिन ये पवित्र वचन लेके पूरा केरल से पूरा जगह पर मेरे को खुदावन भेज दिया. ഇന്ന് രാത്രി പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ ആമേൻ എത്രമാത്രം ദൈവത്തെ സ്തുതിച്ചാലും മതിയാകാത്തതുപോലെ യേശുവില്ലാതിരുന്ന ആ കാലം ആമേൻ വളരെ ധൈര്യമായിരുന്നെങ്കിൽ യേശുവിനോടുള്ള കാലം എന്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി തീർന്നു. अभी मैं पीछे जब देखता है मेरा जिंदगी में बिना यीशु का टाइम भी और यीशु आने के बाद जो बदल जाता है मेरा जिंदगी, ये सब देखेगा तो बहुत सारे फर्क है. ഇന്ന് രാത്രി നിങ്ങൾ ചിന്തിച്ചു നോക്കി, യേശു ഇല്ലാതിരുന്ന ഒരു കാലം നിങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ എത്ര ദയനീയമായിരുന്നു എന്ന് ചിന്തിച്ചു. अगर आप सोचो बिना यीशु के साथ अगर आप कुछ जिंदगी जी रहा था, उसी दिन का कैसे आपका जिंदगी दे. യേശുവിനെ അറിഞ്ഞ് ജീവിക്കുന്ന ആ ജീവിതം എത്ര സമാധാനപൂർണ്ണമാണ്. आज आप यीशु मसीह को जानता है, आपका मन में शांति है, मन में खुशी है. ये पुराना जिंदगी से थोड़ा देख लो क्या फर्क है. ആമേൻ. കരങ്ങളൊന്ന് ഉയർത്തി ദൈവത്തെ സ്തുതിക്കാമല്ലോ. यीशु मसीह आपका जिंदगी में आ गया, इसलिए तो हाथ ऊपर करके खुदावन को आशीष दियो. ഒരു ഭാഗത്ത് പിശാച് തകർക്കുവാൻ ശ്രമിക്കുമ്പോൾ മറുഭാഗത്ത് നമ്മളെ പണിയുന്ന ഒരു ദൈവമുണ്ട്. जो शैतान हमें टूटने के लिए जितनी कोशिश करेगा उतनी से ज्यादा हमारा यीशु मसीह हमारा खुदावन हमें बनाने की ताकत ഇവിടെ देगा. നാം വായിച്ചത് ഇങ്ങനെയാണ്. ശത്രു പറയുകയാണ്, ഞാൻ പിന്തുടരും, അവരെ പിടിക്കും. ആമേൻ. ഞാൻ അവരാൽ എന്റെ ആശ പൂർത്തിയാകും. കൊള്ള പങ്കിടും മാത്രമല്ല എന്റെ വാളൂരി ഞാൻ അവരെ നിഗ്രഹിക്കുമെന്ന് വിളിച്ചു പറയുകയാണ്. जो इधर इस प्रकार कहता है, मैं उनको पकड़ेगा, मैं उनको पीछे करेगा, मैं उनको मेरा तलाश लेके मैं उनको मार डालेगा, मेरा आशा में पूरी करेंगे. പക്ഷേ ആ പറച്ചിൽ അവിടെ നിന്നതേ ഉള്ളൂ. അത്ഭുതങ്ങളുടെ ദൈവമാണ് അവരുടെ മുന്നിൽ യാത്ര ചെയ്തിരുന്നത്. Praise the लेकिन Lord. जो दुश्मन का जो आशा थे, लेकिन कुछ नहीं हो पाया. खुदावन का मेरा जिंदगी में जो आशा थे वो ही पूरी हो गया. ആമേൻ. തിരുവചനത്തിൽ വായിച്ചോലെ യഹോവ നമുക്ക് സമാപ്തി വരുത്തും കേട്ടോ. इसलिए तो मैं वचन में Praise the यही Lord. पढ़ा था, खुदावन मेरे जिंदगी में Amen. अच्छा समाप्त देंगे. ശത്രുവിന് ഒരുപാട് പദ്ധതി ഉണ്ടായിക്കൊള്ളട്ടെ, പ്ലാൻ ഉണ്ടായിക്കൊള്ളട്ടെ, പക്ഷേ
സമാപ്തി നമ്മുടെ ദൈവത്തിന്റെ കയ്യിലാണ്. हालेलुया. यस, अगर कोई दुश्मन को बहुत सारे पद्धति हो हमारा जिंदगी में, लेकिन हमारा यीशु मसीह को हमारा जिंदगी में एक पद्धति है, वही तो पूरी होगा, वो हमेशा पूरी होंगे. നമ്മുടെ കരങ്ങളൊന്ന് ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. हालेलुया. ഇന്ന് രാത്രി നിങ്ങൾ ആരും ചിന്തിക്കുക എന്റെ പരിപാടി ഇത്രേ ഉള്ളൂ, ഇവിടെ കൊണ്ട് എന്റെ ജീവിതം തീരുക, എന്റെ കാര്യം തീർന്നു, എന്റെ ബിസിനസ് അവസാനിച്ചു, എനിക്ക് മുന്നോട്ട് പോകാൻ വഴിയില്ല, എല്ലാം പിശാച് അടച്ചെന്ന് വിചാരിക്കുന്നു. ആമേൻ. ദൈവം നമ്മുടെ കൂടെയുണ്ട്. അത്ഭുതങ്ങളുടെ വഴി ദൈവം നമുക്ക് വേണ്ടി തുറക്കും. आमेन. हालेलुया. अगर आपका जिंदगी में यही सोच के आप बैठा है, निराशा के साथ आप बैठा है, तो कोई रास्ता नहीं है, मेरे लिए आगे कोई रास्ता नहीं है, सारे रास्ता बंद है, लेकिन चमत्कार का खुदावन हमारा बीच में है, वो हमारे लिए अच्छा रास्ता खुलेंगे. പണ്ടൊരിക്കൽ ഒരു ദൈവദാസൻ തന്റെ സ്നേഹിതന് ഒരു കത്തയച്ചു. ഇന്നത്തെ പോലെ ഫോണൊന്നും ഇല്ലാത്ത കാലമാ. ആമേൻ. ഒരു ഇല്ലന്റ് വാങ്ങി കത്തയച്ചു. पुराना जमाने में एक खुदावन का दास एक चिट्ठी लिखा. അദ്ദേഹത്തിന്റെ കത്തിനകത്തെ ഉള്ളടക്കം ഇതായിരുന്നു. वो चिट्ठी का जो इस प्रकार लिखा. എന്റെ പ്രിയപ്പെട്ട സ്നേഹിതനായ ദൈവദാസനെ, मेरा प्यारा दोस्त, मेरा प्यारा सेवक, ഞാൻ ഈ ദിവസങ്ങളിൽ വലിയ പ്രതിസന്ധികളിൽ കൂടെ കടന്നു मैं പോവുകയാണ്. इसी दिनों में बहुत सारे मुसीबतों को मुकाबला कर रहा हूँ. മാനസികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ, मेरा मन में बहुत सारे दुख है, ശാരീരികമായി കഷ്ടങ്ങൾ, शरीर पे बहुत सारे बीमारी है, സാമ്പത്തികമായി പ്രതിസന്ധികൾ. मेरे पास बहुत सारे मेरे पास कोई खास पैसा भी नहीं है. പിശാചിന്റെ 4 വഴിയും അടച്ചെന്ന് പറഞ്ഞു. मेरे लिए जो शैतान मेरा सारा रास्ता बंद कर दिया. അതുകൊണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. मेरे लिए आप प्रार्थना कर लीजिए. Praise the Lord. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു മറുപടി എന്തായിരിക്കും? जो क्या जवाब आप एक्सपेक्ट करेंगे, എന്തായിരിക്കും മറുപടി? സ്വാഭാവികമായിട്ട് നിങ്ങളാണ് എന്താ മറുപടി പറയും? क्या जवाब आप देंगे अगर आपके पास ऐसे चिट्ठी आ गए तो? പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറയും. आप सब बोलेगा, अगर प्रार्थना नहीं करेगा तो भी हम बोलेगा प्रार्थना करेंगे. എന്നാൽ നേരെ വ്യത്യസ്തനായിരുന്ന ആ കത്ത് ലഭിച്ച ദൈവദാസന്റെ മറുപടി വളരെ വിചിത്രമായിരുന്നു. जो चिट्ठी मिला था वो सेवक इस प्रकार कहा. അദ്ദേഹം തൊട്ട് അടുത്ത ദിവസം തന്നെ പ്രാർത്ഥിച്ചിട്ട് മറുപടി എഴുതി. उसने जो प्रार्थना करने के बाद चिट्ठी में लिखा, പ്രിയപ്പെട്ട സ്നേഹിത, താങ്കളുടെ കത്ത് ലഭിച്ചു. मेरा प्यारी दोस्त, मेरा आपका चिट्ठी मेरे को मिल गया. ആമേൻ. താങ്കളുടെ 4 വഴി പിശാച് അടച്ചു എന്നറിഞ്ഞതിൽ സന്തോഷം. आपका चारों रास्ता बंद किया फिर दुश्मन ने, मैं बहुत खुश हूँ. വെറുതെ 50 പൈസ ഇല്ലന്റിന് കളഞ്ഞു. आमीन. वो 50 फिल्स का जो 50 पैसे का जो इलन थे वो खर्चा, वो बिना खर्चा किया. ഒന്നും പേടിക്കണ്ട, ഞാൻ പ്രാർത്ഥിച്ചോളാം, മുട്ടിപ്പായിട്ട് മുട്ടാൽ നിന്ന് പ്രാർത്ഥിച്ചോളാം എന്ന് പറയുന്നുള്ള മറുപടിയാ പ്രതീക്ഷിച്ചത്. उसने यही जवाब एक्सपेक्ट किया कि मैं प्रार्थना करेगा, പക്ഷെ लेकिन മറുപടി വന്ന 4 വഴി പിശാച് അടച്ചു എന്നറിഞ്ഞതിൽ സന്തോഷം. उनका जवाब यही थे, आपका चारों रास्ता बंद किया शैतान ने, मैं बहुत खुश हूँ. ഇങ്ങനെ ഒരു കൂട്ടുവിശ്വാസി ഉണ്ട് എങ്ങനെ ഇരിക്കും? ऐसा कोई जवाब अगर आपके पास आपका कोई दोस्त है और आपका कोई पास्टर जी से और आपका कोई ब्रदर से आएगा तो आप कैसे रिएक्ट करेगा? ഞാൻ പറയാൻ ഉദ്ദേശമില്ല, അദ്ദേഹം പറഞ്ഞു. Praise the Lord. ആമേൻ. അങ്ങനെ ഒരു കൂട്ടുകാരനാണെങ്കിൽ നമുക്ക് വലിയ സന്തോഷം തോന്നുന്നു. തോന്നുവോ? എഴുതി അബദ്ധം പറ്റിയല്ലോ എന്നാവും അല്ലേ? हम सोचेंगे ऐसे गलती से चिट्ठी लिखा, പക്ഷേ കത്ത് അവിടെ കൊണ്ട് അവസാനിച്ചില്ല. लेकिन वो चिट्ठी वहां पे बंद नहीं किया, ഒരു കോമ ഇട്ടു. वहां पे कोमा डाला. ആമേൻ. എന്ന് പറഞ്ഞാൽ പിശാച് 4 വഴിയും അടച്ചെന്നറിഞ്ഞതിൽ സന്തോഷം. जो शैतान ने चारों रास्ता बंद किया, मैं बहुत खुश हूँ. ഒരു കോമ ഇട്ടു. उसने कोमा डाला. അടുത്ത പദമാണ് വളരെ പ്രസക്തം. इस जो आगे जो लिखा है यही तो बहुत इंपॉर्टेंट है. ഇനിയെങ്കിലും ഉയരത്തിലോട്ട് നോക്കുമല്ലോ. चारों रास्ता अगर बंद है तो अभी एक ही रास्ता है, आप പറഞ്ഞ ऊपर മനസ്സിലായി? देखेंगे. പിശാച് 4 വഴി അടച്ചോട്ടെ, മുകളിലത്തെ വഴി അടയ്ക്കാൻ പറ്റത്തില്ല. शैतान को ऊपर वाला रास्ता कभी बंद नहीं कर ഒന്ന് सकते. കരങ്ങളടിച്ച് ദൈവത്തെ हालेलुया. മഹത്വപ്പെടുത്താമല്ലോ. आमेन. ആമേൻ. സങ്കീർത്തനക്കാരൻ വിളിച്ചു പറഞ്ഞു, ഞാൻ എന്നെ കണ്ട് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. इसलिए तो भजन संगीता में भविष्य वक्ता ये कहता है, मेरा अंग में ऊपर करेंगे. എന്റെ സഹായം വടക്കുന്നും തെക്കുന്നും പടിഞ്ഞാറുന്നും കിഴക്കുന്നും വരുമെന്നല്ല, സഹായം വരുന്നത് പർവ്വതത്തിൽ നിന്നാണ്, ഉയരത്തിൽ നിന്നാണെന്ന് തിരിച്ചറിഞ്ഞു പറയുന്ന എന്റെ കണ്ണ് ഞാൻ അങ്ങോട്ട് ഉയർത്തും. मेरा जो सहायता जो आता है लेफ्ट और राइट और ईस्ट और वेस्ट नहीं है, मैं ऊपर से आता है. ഇന്ന് രാത്രി അവിടെ ഇവിടെ നോക്കി നമ്മൾ പ്രയാസപ്പെടേണ്ട, നോക്കേണ്ടടുത്ത് നോക്ക്, വഴികൾ ദൈവം തുറന്നിരിക്കുമെന്നതിന് യാതൊരു സംശയവും വേണ്ട. अब इधर उधर देखे, आपका जिंदगी खराब मत करो. जो आपका रास्ता खुलने के लिए आप देखने वाला जगह जो ऊपर देखो. ഒരിക്കൽ കൂടെ ഒന്ന് കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. हाथ ऊपर करके खुदावन को आशीष दियो. പ്രസംഗത്തിനിടയ്ക്ക് ഒരു കാര്യം അങ്ങ് പറഞ്ഞു പോട്ടെ.
एक और बात मैं बताना चाहता हूँ നിങ്ങൾ ഈ വെറുതെ വളരെ കൂളായിട്ടിരിക്കുന്നുണ്ട്. ഞാനെന്തോ കഥ പറയാൻ വന്നിരിക്കുന്ന പോലെ ഉള്ള ഒരു ഫീൽ എനിക്ക് തോന്നുന്നുണ്ട്. मैं कोई कहानी नहीं बोल रहा भाई साहब, कहानी सुनने के लिए यहाँ बैठा നല്ല है। ബോധത്തോടെ ദൈവസന്നിധിയിലാണെന്നുള്ള ബോധത്തോടാണല്ലോ ഇരിക്കുന്നത് അല്ലേ? वैसे ये आप सोचो, आप जो बैठा है खुदावन का बीच में बैठा है, ഞാനിവിടെ വെറും കഥ പറയാൻ വന്നതല്ല. खुदावन का घर पे खुदावन के सानिध्य में बैठा है। ചില സത്യങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. मैं कोई सच्चाई में आपके सामने शेयर कर रहा हूँ। പറഞ്ഞു വരുന്ന പ്രധാന കാര്യം ദൈവം നമുക്ക് സമാപ്തി വരുത്തും. जो यही बताना चाहता हूँ, खुदावन मेरे लिए अच्छा बनाएंगे। Your destiny is not in the hands of people, not in the hands of Satan, but your destiny is in the hands of your God. हमारा जो लक्ष्य है, मेरा जो लक्ष्य पे वो खुदावन लेके जाएगा, कोई दुश्मन लेके नहीं जाएगा। ആമേൻ. പിശാചിന്റെ പദ്ധതി ഞാൻ തകർക്കുമെന്നും കൊല്ലുമെന്നും പിന്തുടരുമെന്നും ഇല്ലാതാക്കുമെന്നാണെങ്കിൽ ദൈവം പറയുന്നു ഞാൻ നിനക്ക് സമാപ്തി വരുത്തും. जो शैतान का जो पद्धति जो मुझे तोड़ने के लिए और मेरे को मारने के लिए है, लेकिन खुदावन का जो पद्धति है मेरे को अच्छा दिन देने के ആ लिए। ഭാഗം പറഞ്ഞു വന്നപ്പോൾ എന്റെ ഹൃദയത്തിലേക്ക് ഓടി വന്ന ഒരു വ്യക്തിയെ നിങ്ങളുടെ മുൻപാകെ വേഗത്തിൽ ചൂണ്ടിക്കാട്ടട്ടെ. मैं एक और व्यक्ति को मैं दिखाना चाहता Let's हूँ। read one more verse from book of Genesis 37:1 and 2. जेनेसिस बुक ऑफ जेनेसिस ഉൽപ്പത്തി 37:1 2 വാക്യങ്ങൾ. जो उल्पत्ति का पुस्तक 37 अध्याय മോനെ ഒന്ന് एक और display दो ചെയ്തേരെ. पढ़ेंगे। 37:1 and അടുത്തത് ആ ആ ആ മതി. നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. ഈ വാക്യം പറഞ്ഞു വരുന്നത് വളരെ രസകരമായ രീതിയിലാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. യാക്കോബിന്റെ 2-ാം വാക്യത്തിൽ വായിക്കുന്നു, യാക്കോബിന്റെ വംശപാരമ്പര്യം എന്തെന്നാൽ. याकूब का जो संतान और खानदान इस प्रकार थे। അടുത്ത പദം എങ്ങനെയാ വരേണ്ടത് ന്യായമായിട്ട്? യാക്കോബിന്റെ വംശപാരമ്പര്യം എന്തെന്നാൽ അടുത്ത് വരേണ്ടത് याकूब का वंश का वृत्तांत यही है। ആമേൻ. യാക്കോബ് യൂദായെ ജനിപ്പിച്ചു. ആമേൻ. അതുപോലെ തന്നെ തന്റെ മക്കളുടെ എല്ലാം പേര് ഓരോന്നോരോന്നായിട്ട് ആ ക്രമാനുസരിച്ച് പറഞ്ഞാ പറഞ്ഞത്. അതല്ലേ ജീനിയോളജി, അതല്ലേ വംശാവലി. हमें मालूम है जो वंश का जो विवरण देता है, जो बेटा ऊपर से लेके नीचे तक देता है, बड़ा से लेके छोटा तक लेता है। അങ്ങനെയാണോ? അങ്ങനെയാണോ അല്ലയോ? भाई आवाज ऊपर करके बोलो यस और नो। നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ മത്തായി സുവിശേഷം 1-ാം അധ്യായം നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ വംശാവലി എന്ന് പറഞ്ഞുകൊണ്ട് ആമേൻ യേശു ക്രിസ്തുവിന്റെ വംശാവലി അവിടെ ചിത്രീകരിച്ചിരിക്കുന്ന പറഞ്ഞിരിക്കുന്ന കാണാൻ കഴിയും. हमें मालूम है ये जो एग्जाम्पल इस प्रकार दिखता है, मत्ती का सुसमाचार में हम देखता है जो यीशु मसीह का जो जीनियोलॉजी के बारे में इस प्रकार लिखा है, बड़ा से लेके छोटा तक है। അപ്പോൾ സ്വാഭാവികമായി യാക്കോബിന്റെ വംശാവലി പറയുമ്പോൾ ആമേൻ യാക്കോബ് യഹൂദയെ ജനിപ്പിച്ചു എന്നും യഹൂദ ഇന്ന ആൾക്കാരെ ജനിപ്പിച്ചു എന്നും പറഞ്ഞു വരേണ്ടത്. यहाँ पे भी ऐसा करना चाहिए, जो याकूब का जो पहले बेटा थे यहूदा, उसके बारे में लिखना चाहिए था। പക്ഷേ ഇവിടെ വ്യത്യസ്തമായിട്ട് പറയുകയാണ്. लेकिन यहाँ पे जो लिखा है, യാക്കോബിന്റെ വംശപാരമ്പര്യം എന്തെന്നാൽ യോസേഫിന് 17 വയസ്സായപ്പോൾ അവന്റെ സഹോദരന്മാരോടുകൂടെ ആടുകളെ മേയിച്ചുകൊണ്ട് ഒരു ബാലനായി തന്റെ അപ്പന്റെ ഭാര്യമാരായ ബിൽഹയുടെയും സിൽപ്പയുടെയും പുത്രന്മാരോടുകൂടെ ഇരുന്നു. അവരെ കുറിച്ചുള്ള ദുശ്രുതി യോസേഫ് അപ്പനോട് വന്ന് പറഞ്ഞു. लेकिन यहाँ पे जो लिखा है, जो याकूब का जो वंश का जो वृत्तांत यही लिखा है, यूदा का जगह पर यूसुफ के बारे में लिखा। यूसुफ का जो उनका भाइयों के साथ रह के उनका जो बारे में जानकारी उनका पिता को देता था। ആമേൻ. ഇവിടെ യോസേഫിന്റെ ചരിത്രമാണ് തുടർന്ന് പറയുന്നത്. इसके बाद ये यूसुफ का जो वंश के बारे में लिखा है। അനുഗ്രഹീതനായ ഒരു യുവാവിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ വായിക്കുന്നത്. एक बंदा थे, वो खुदावन से आशीष पाया हुआ एक बंदे के बारे में लिखा ആമേൻ. है। അടുത്ത വാക്യങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം. इसके बाद जो 38 वचन इस प्रकार कहता है, അടുത്തത് ആമേൻ. ഇനി അടുത്ത അതിന്റെ ആമേൻ 5-ാം വാക്യം. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണേ. ഒരു വീട്ടിലെ ഏറ്റവും ഇളയ മകനാണ് യോസേഫ്. आप थोड़ा देखो, आप उसी घर का सबसे छोटा बच्चा थे यूसुफ। ആമേൻ. ഇപ്പോൾ 11 മക്കളുണ്ട്. ബെഞ്ചമിൻ ഇതുവരെ ആമേൻ ആയിട്ടില്ല. ആ സമയം ബെഞ്ചമിന് ഏറ്റവും ഇളയതാണ്. യോസഫ് അതിന്റെ തൊട്ടുമൂത്തതാണ്.
അങ്ങനെ യോസേഫ് അപ്പന്റെ ഇഷ്ടപുത്രനായി ജീവിച്ചു വരികയാണ്. उसी टाइम बेंजामिन जो पैदा नहीं हुआ था, याकूब के लिए 10 बेटा थे, 11 बच्चा था यूसुफ, उनके बारे में उनके साथ रहते थे. 17 വയസ്സായി യോസേഫ്. 5ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിച്ചു, യോസേഫ് ഒരു സ്വപ്നം കണ്ടു. उसी वचन में यही कहता है यूसुफ ने एक सपना देखा. 17 വയസ്സുകാരന്റെ സ്വപ്നം. जो 17 साल उम्र वाला लड़का का जो सपना. ഇവിടെ 17കാർ ആരും ഇല്ലല്ലോ അല്ലേ? यहाँ में कोई 17 साल उम्र वाला है कोई? ആ 17കാരോടൊക്കെ വിളിച്ചു ചോദിക്കണം എന്തോ സ്വപ്നമാണ് കാണുന്നത്. 17 साल का जो लड़का और लड़की क्या सपना देखा है? എന്തോ സ്വപ്നം കാണുന്നത്. ചിലപ്പോൾ ചിരിക്കുക അട്ടഹസിക്കുകയൊക്കെ ചെയ്യുന്ന ചിലര്. कुछ എന്തൊക്കെയോ സ്വപ്നം കാണുക. कोई भी कुछ ना कोई सपना देखे, कभी रोता है कभी हंसता है. പക്ഷേ ഏതായാലും സ്വപ്നം കാണുന്ന ആളായിരുന്നല്ലോ യോസേഫ്. ദൈവം നൽകിയ സ്വപ്നം കാണുന്നവനായിരുന്നു. അപ്പൻ ദൈവത്തെ ആമേൻ മുഖാമുഖം കണ്ടവനാണെങ്കിൽ അടുത്ത തലമുറ ദൈവത്തിന്റെ സ്വപ്നം കണ്ടുകൊണ്ട് നല്ല യൗവനത്തിൽ രംഗപ്രവേശനം ചെയ്യുന്നവനാ. आप थोड़ा देखो 17 साल पे ऐसा कोई सपना नहीं देखा. खुदावन का सपना, खुदावन से सपना लिया था क्योंकि उनका पिताजी खुदावन के साथ बात कर रहा था, खुदावन के सेवा कर रहा था, इसलिए तो उनका बेटा भी खुदावन से सपना देख रहा था. ആമേൻ. യാക്കോബിന്റെ വല്യപ്പനായിരുന്ന അബ്രഹാമിനെ നമുക്കറിയാം. जो उनका जो पिता मगन जो अब्राहम को हमें मालूम है, ദൈവത്തിന്റെ സ്നേഹിതൻ എന്നാ പേര്. इब्राहिम के बारे में लिखा खुदावन का जो दोस्त है, അബ്രാന്റെ കൂടെ നടക്കുക. जो इब्राहिम खुदावन के साथ चलता था. ആമേൻ. ദൈവം ഒരു സാക്ഷ്യം പറയുന്നത് ശ്രദ്ധിച്ചു നോക്കിയേ. जो यीशु प्रभु ने एक साक्षी उनके बारे में എന്റെ कहा, ദാസനായ അബ്രഹാമിനോട് മറിച്ച് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നാ ചോദിക്കുന്നത്. मेरा दोस्त इब्राहिम को छोड़ के मैं कुछ नहीं कर सकता, बिना पिता के എനിക്ക് कुछ नहीं कर सकता. ആമേൻ. എനിക്ക് അബ്രഹാമിനെ മറച്ചു വെച്ച് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. बिना इब्राहिम को बता के मैं कुछ नहीं कर सकता. അത്രമാത്രം ഇന്റിമസിയാ ദൈവവുമായിട്ട്. इसलिए इतनी बहुत सारे प्यारी दोस्त है खुदावन ദൈവം यीशु തന്റെ मसीह കുടുംബ- खुदावन. ദൈവം തന്റെ കുടുംബത്തിൽ ആരെങ്കിലും എന്തെങ്കിലും കാര്യം വരികയാണ് അബ്രഹാമിനോട് പറയാതെ ചെയ്യാൻ പറ്റത്തില്ലാത്ത ബന്ധമാണ്. जो उनका परिवार में अगर कुछ करना चाहिए तो बिना पिता के प्रभु ने कुछ नहीं किया. അതുകൊണ്ടാണ് തന്റെ സഹോദരന്റെ മകനായ ലോത്തിന് വരുന്ന അനർത്ഥത്തെ കുറിച്ച് ദൈവം അവൻ അബ്രഹാമിനോട് പറഞ്ഞത്. इसलिए तो उनका जो कसिन थे वो लोत के बारे में उनका जो शिक्षा जो देने वाला था आमेन. उसके बारे में भी जानकारी दिया. പറയേണ്ടവനോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അറിഞ്ഞപ്പോൾ ദൈവസന്നിധിയിൽ ഇടിവിൽ നിൽക്കുന്ന നെടുമ്പാട് വീണ് അവൻ ദൈവത്തോട് അഭിയാചന കഴിക്കുന്ന അബ്രഹാമിനെ കാണുകയാ. जो वहां पे जो हम इब्राहिम को यही देखता है, उनका जो कजिन का जो परेशानी जो और शिक्षा जो मिलने वाला है उसके लिए खुदावन से जो അപ്പോൾ इंटरसेस कर रहा था. അബ്രഹാം ദൈവത്തിന് സ്നേഹിതനായിരുന്നു. इब्राहिम खुदावन के दोस्त थे. ഇസ്ഹാക്ക് അങ്ങനെയുള്ളവനായിരുന്നു. इसहाक कैसे आदमी थे? ഇസ്ഹാക്കിനെ കുറിച്ച് നമ്മൾ വായിക്കുന്ന അദ്ദേഹം വിവാഹം കഴിക്കുന്നതിന് മുമ്പ് വെളിമ്പ്രദേശത്ത് പോയി ധ്യാനിക്കുന്ന ഒരു മനുഷ്യനായിരുന്നതാ വായിക്കുന്നത്. വായിച്ചിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും? याकूब इसहाक के बारे में ये लिखा है वो कभी कभी बाहर जाके अकेले जाके ध्यान कर रहा था. പിള്ളേര് ആ വാക്യം കൂടെ ഒന്ന് പറഞ്ഞേ. വാക്യം കൂടെ ഒന്ന് പറഞ്ഞേ. ആ ജനസിസ് 24:63 വാക്യം. उल्पत्ति 24 अध्याय and 63 वचन इस प्रकार कहता അപ്പൊ है. കല്യാണം കഴിയുന്നതിന് മുമ്പ് വെളിമ്പ്രദേശത്ത് പോയിരുന്ന ധ്യാനിച്ച് ദൈവസന്നിധിയിൽ ഇരിക്കുന്നവനായിരുന്നു ഇസ്ഹാക്ക്. जो इसहाक ऐसे मैदान में जाके ध्यान करने वाला व्यक्ति थे. ഇപ്പൊ കല്യാണം കഴിക്കാൻ പോകുന്ന പിള്ളേരോടൊക്കെ ഒരു ഉപദേശം പറയാം. जो जो शादी करने वाला लोगों को कुछ उपदेश देना चाहता हूं. കല്യാണം കഴിക്കാനുള്ള എല്ലാവരോടും ഉള്ള ഉപദേശമാണ്. जो शादी करने वाला सबके लिए मैं उपदेश दे रहा हूं. എന്താണെന്നറിയോ? ദൈവസന്നിധി ധ്യാനത്തിനും പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കും വചന ധ്യാനത്തിനും ഒക്കെ സമയം കണ്ടെത്തിക്കണം. जो शादी करने के टाइम भी तक भी इसके बाद भी ऐसा है, आप ध्यान करने के लिए प्रार्थना करने के लिए वो टाइम थोड़ा निकालना चाहिए. അത് കഴിഞ്ഞവരോടൊക്കെ ചോദിച്ചു ഇതൊക്കെ നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു നോക്കി. शादी के बाद ये सब हो रहा है और नहीं है. രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു നോക്കിയോ ചോദിന്. सुबह उठकर अगर कोई प्रार्थना कर रहा है, ഒരു സങ്കീർത്തനമല്ലേ രാവിലെ എഴുന്നേറ്റ് ദൈവവചനത്തിൽ നിന്ന് ഒരു വാക്യം വരെ വായിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു നോക്കി. एक भजन तक कम से कम आप पढ़ रहे हैं कि नहीं? സഹോദരന്മാരെ ഞാൻ കൂടുതലൊന്നും ചോദിക്കുന്നില്ല. आपसे कोई सवाल नहीं. ഇപ്പോഴാ കേട്ടോ, നല്ല സമയം ഇപ്പോഴാ. മക്കളോടെല്ലാം പറയാം കേട്ടോ. ഈ നല്ലപോലെ അച്ഛൻ ദൈവസന്നിധിയിൽ സമയം. പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്തോണം. जो ദൈവം നല്ലത് വരുത്തും. आमेन. Praise the Lord. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചേ. हालेलुया. അപ്പൻ ദൈവമായിരുന്നു, മകൻ പ്രാർത്ഥനക്കാരനാ. जो पिता खुदावन का जो दोस्त थे, बैठा वो जो प्रार्थना वीर അവൻ थे. ഇസ്ഹാക്കിന് കുറെ കാലം തലമുറകളില്ലായിരുന്നു.
ഇസാക്കിന് തലമുറകളില്ലായിരുന്നു. जो इसहाक है उनको कोई बेटा नहीं थे, ആമേൻ. बच्चा लोग नहीं थे. റിബേക്ക വന്ന് സങ്കടമൊക്കെ പറഞ്ഞു. वो खुदावन के पास आके बहुत सारे उसने बहुत सारे संकट बोला. ഇസാക്ക് ദൈവസന്നിധിയിൽ നിന്ന് ഒറ്റ പ്രാർത്ഥന. इसहाक ने खुदावन के पास आके प्रार्थना किया. ദൈവം അവർക്ക് ഇരട്ട പിള്ളകളെ കൊടുത്തു. खुदावन उनको बहुत सारे बच्चों, ആമേൻ. യാക്കോബിനെയും ഏശാവിനെയും. 2 बच्चा दिया, याकूब और ईसाव. ആമേൻ. അപ്പോ വലിയ ആമേൻ അബ്രഹാം ദൈവത്തിന്റെ സ്നേഹിതനാണ്. ഇസ്ഹാക്ക് ഒരു പ്രാർത്ഥനാ വീരനാണ്. अब्राहम इब्राहिम यीशु खुदावन का जो दोस्त है, इसहाक खुदा एक प्रार्थना वीर थे. അടുത്ത തലമുറ യാക്കോബാ. तीसरा जो परिवार थे യാക്കോബിന്റെ പ്രത്യേകത എന്താ? याकूब ദൈവമായിട്ട് മല്ല് പിടിക്കുന്നവനായിട്ട് വന്നല്ലേ? പ്രൈസ് ദി ലോർഡ്. खुदावन के ദൈവത്തെ മുഖാമുഖം കാണുന്നവനായി വന്നു. പ്രൈസ് ദി खुदावन को ലോർഡ്. सामने सामने देखने आमने सामने देखने वाला थे. ആമേൻ. ശ്രദ്ധിച്ചു നോക്കണേ. വല്യപ്പൻ ദൈവത്തിന്റെ സ്നേഹിതൻ, അതിന്റെ മകൻ പ്രാർത്ഥനാ വീരൻ, കൊച്ചുമകൻ വന്നിട്ട് ദൈവത്തെ മുഖാമുഖം കാണുന്ന ആമേൻ ഒരു അനുഗ്രഹീതനായി തീർന്നവനാണ് യാക്കോബ്. अब परिवार को अब थोड़ा ध्यान से देखो. जो इब्राहिम खुदावन का दोस्त थे, ऐसे इसहाक जो है खुदावन का एक प्रार्थना का वीर थे. उनका बेटा याकूब थे, खुदावन को आमने सामने देखे बात करने वाला थे. ഒരു കാരണം ഉണ്ടായിരുന്നു കേട്ടോ. इसके लिए कोई कारण थे. ആ പ്രിയ സിസ്റ്റർ ഇപ്പോ പറഞ്ഞ വാക്യമാ. യാക്കോബ് ആരായിരുന്നെന്ന് അറിയാമോ? യാക്കോബ് സാധുശീലനും കൂടാരവാസിയുമായിരുന്നു അല്ലേ? ആമേൻ. സ്തോത്രം. എബ്രായ ലേഖനത്തിൽ ഒന്നുകൂടെ പഠിച്ചു വന്നാൽ അവിടെ കാണുന്നത് എങ്ങനെയാണ്? അബ്രഹാം തന്റെ മകനായ ഇസ്ഹാക്കിനോടും കൊച്ചുമകനായ യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങൾ ഉള്ളതുമായ നഗരത്തിനു വേണ്ടി ആമൻ മകനോടും കൊച്ചുമകനോടും കൂടെ കാത്തിരുന്ന ഒരു വല്യപ്പനുണ്ടായിരുന്നെങ്കിൽ കൊച്ചുമകനിലും ആ ദൈവകൃപ വ്യാപരിക്കുകയാണ്. हालेलुया. हम सबको मालूम है जो खुदावन जो याकूब के बारे में, वो एक साधु लोग थे, साधु आदमी थे और एक खुदावन को प्रार्थना करने वाला आदमी थे. वो सब साथ मिलकर खुदावन के दिन के लिए वेट कर रहा था. ഒന്ന് രണ്ട് പാഠങ്ങൾ ഒന്ന് പഠിച്ചു മുന്നോട്ട് പോകാം. एक तो वचन और पढ़ के हम जाएंगे. അപ്പൊ വല്യപ്പന്റെ മടിയിലിരുന്ന ദൈവം നടത്തിയ വഴികളെ കുറിച്ച് കൊച്ചുമകൻ കേട്ടോണ്ടിരുന്നു. जो इब्राहिम का खोद में बैठकर ഐസക് ने और याकूब ने बहुत सारे बातों सुना. खुदावन ने जो യാക്കോബിന് ഏതാണ്ട് 15 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് അബ്രഹാം മരിക്കുന്നത്. याकूब का जो 15 साल पहुंचा उसी टाइम इब्राहिम ഏറ്റവും मृत्यु നല്ല हो गया. ലേണിംഗ് പ്രോസസ്സ് നടക്കുന്ന സമയമാണ് ഈ 15 വയസ്സ് വരെയുള്ള കാര്യം. हमें मालूम है 15 साल का अंदर बच्चों का जो लर्निंग का प्रोसेस चलता है. ഏതാണ്ട് 15 വയസ്സ് വരെ പഠിച്ചു വെക്കാൻ നമ്മുടെ മനസ്സിൽ കിടപ്പുണ്ടല്ലേ? हमें मालूम है 15 साल तक हम जो स्कूल में पढ़ा था वो सब हमारा मन में स्टोर होता है. ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് നഴ്സറി ഇല്ല. जो मेरा जमाने में कोई नर्सरी नहीं थे. ആശാൻ വന്ന് ഇങ്ങനെ ആ ഊ എന്നൊക്കെ പറഞ്ഞ് എഴുതിച്ച് പഠിപ്പിച്ചതാ. उसी टाइम में जो ऐसे गुरुजी लोग आके पढ़ाई करता था. ആമേൻ. ഒന്നാം ക്ലാസ്സിൽ പോകാൻ ഒരു പുസ്തകവും ഒരു സ്ലൈറ്റും മതിയായിരുന്നു. जो एक स्टैंडर्ड में जाने के लिए बस एक स्लेट चाहिए था. ഇന്നത്തെ പിള്ളേർക്ക് ഒന്നാം ക്ലാസ്സിൽ പോണ ഒരു ചുമട്ടുകാരനെ സ്പെഷ്യൽ വേണം. അതിന് മാത്രം പുസ്തകമുണ്ട്. लेकिन अभी पुराने जमाने में ऐसे थे, लेकिन आज का दिन में हमें मालूम है एक स्टैंडर्ड का बच्चे की कितनी बुक ഒന്നാം चाहिए. ക്ലാസ്സിൽ പഠിച്ച പാട്ട് ഞാൻ മറന്നിട്ടില്ല. अभी भी मेरे मन में ध्यान है. मैं जब एक स्टैंडर्ड में जो पढ़ता था उसी टाइम जो पढ़ा हुआ गीत मेरा मन में अभी भी है. എത്ര പേർക്കറിയാം മേരിക്ക് ഉണ്ടൊരു കുഞ്ഞാട്, മേനി കൊഴുത്തൊരു കുഞ്ഞാടെന്ന് പഠിച്ച പാട്ട് ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും ഒക്കെ? ആ ഒന്നാം ക്ലാസ്സിൽ പഠിച്ച ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. हम सबका हमारा मन में जो पुराना बहुत सारा गीत हम पढ़ा था वो सब हमारा मन में है. പക്ഷേ കഴിഞ്ഞ ദിവസം വായിച്ച വാക്യം ഒരു പക്ഷേ കൃത്യമായിട്ട് ഓർമ്മ വരത്തില്ല. लेकिन कल हम कुछ पढ़ा था और पिछले दिनों में कुछ वाक्य हम वचन हम लोग पढ़ा था, ये सब हमारा मन में नहीं है. അതുകൊണ്ട് പിള്ളേർ സെറ്റല്ല ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിച്ചേ. ചൊവ്വ നേരെ വേദപുസ്തകവും വാക്യമൊക്കെ പഠിച്ചോണം. മരിക്കുന്നിടം വരെ മറക്കത്തില്ല അതൊന്നും കേട്ടോ. बच्चे लोग आप सब पढ़ना चाहिए. वचन पढ़ो, वचन मन में रखो, वो कभी नहीं भूलेंगे. എന്തായാലും വല്യപ്പന്റെ മടിയിലിരുന്ന് പഠിച്ചതാ യാക്കോബ്. याकूब ने जो इब्राहिम का गोद में बैठ के ये सब पढ़ा था. അതുകൊണ്ട് ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ എന്തോ ചെയ്യണമെന്ന് യാക്കോബിന് അറിയാം. इसलिए तो जो जिंदगी में जो मुसीबत आ जाता है उसी टाइम मालूम है क्या करना चाहिए. രാത്രി ആത്മാർത്ഥമായിട്ട് ഒരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ. നിങ്ങളുടെ തലമുറയ്ക്ക് ഒരു പ്രതിസന്ധി നാളുകളിൽ അഭിമുഖീകരിക്കേണ്ടി വന്നാൽ അവർക്ക് എന്ത് ചെയ്യണമെന്ന് അവർക്ക് അറിയാമോ?
मैं ये बात आपसे पूछना चाहता हूँ, अगर आपका बेटा और बेटियों को जिंदगी में कोई परेशानी मुकाबला करेगा, उसी टाइम क्या करेगा, वो सब आपने क्या सिखा रखा है? ആമേൻ. ഇല്ലപ്പന്റെ മടിയിൽ നിന്ന് പഠിച്ചുകൊണ്ട് ഒരു കാര്യം യാക്കോബിന് മനസ്സിലായി. പ്രതിസന്ധി വരുമ്പോ മുട്ടുകുത്തി പ്രാർത്ഥിച്ചാ മതി. ആമേൻ. ദൈവം പ്രവർത്തിച്ചോളുമെന്ന് അറിയാമായിരുന്നു. जो पिता ग्रैंडफादर का जो गोद में बैठ के सीखा था, इसलिए तो जो परेशानी जब आता है प्रार्थना करना है, वही उनका मन में आ गया. അതുകൊണ്ട് ആ വീട്ടിൽ നിന്ന് ഓടിപ്പോയപ്പോൾ ആമേൻ ബഥേലിൽ ചെന്നിരുന്നുകൊണ്ട് ലൂസ് എന്ന പട്ടണത്തിൽ നിന്നുകൊണ്ട് ദൈവസന്നിധി മുട്ടുമടക്കി സർവശക്തനോട് പ്രാർത്ഥിച്ചു. എന്റെ യാത്രയിൽ നീ എന്നോട് കൂടി ഇരിക്കണമേ, കഴിക്കുവാൻ എനിക്ക് ആഹാരം തരണമേ, ധരിക്കുവാൻ വസ്ത്രം തന്ന് എന്റെ അപ്പന്റെ വീട്ടിൽ എന്നെ സമാധാനത്തോടെ മടക്കി വരുത്തണമേ എന്നൊരൊറ്റ പ്രാർത്ഥന. इसलिए तो वो घर से भाग के जा रहा था, वो लूस पटन में, लूस सिटी में जाके वहां पे बैठ के उसने प्रार्थना किया, मुझे जब रास्ता पे मुझे खाना दे दो, मेरे को कपड़ा दे दो, मेरे को आगे तक मुझे संभालो, मैं अगर आप मेरा मुझे संभालेगा तो मैं वापस आके आपका मैं खुदावन समझ के वापस लाएंगे. നീണ്ട 20 വർഷങ്ങൾ ദൈവത്തിന്റെ സംരക്ഷണം അവിടെ യാക്കോബ് അനുഭവിച്ചു. वो प्रार्थना के बाद 20 साल तक खुद परमेश्वर ने उनको संभाला. 20 കൊല്ലം കഴിഞ്ഞപ്പോൾ യാക്കോബ് അവിടുന്ന് അവൻ മടങ്ങി വരിക. 20 साल के बाद वहां से वो वापस आ गया. ജേക്കബ് ചേട്ടനെ വിളിച്ചിട്ട് പറയാ, ജേക്കബ് ചേട്ടാ ഒരു സാക്ഷി. याकूब को ये कोई साक्ष्य दे दो, ऐसा बोलेगा तो कोई टेस्टिमनी देने के लिए बोलेगा तो क्या क्या बताएगा? അദ്ദേഹം എന്താ പറയാൻ പോകുന്നതെന്ന് അറിയാമോ? वो क्या बोलेगा? ആമേൻ. ഞാനൊരു വടിയോടുകൂടി നദി കടന്ന് അക്കരെ കയറിയതാ. मैंने एक बस एक लकड़ी लेके मैं आगे जा रहा था. ഇട്ടോണ്ട് വന്ന ഉടുപ്പ് നിക്കറും അല്ലാതെ വേറെ ഒന്നുമില്ലായിരുന്നു. मेरा सिर्फ कपड़ा भी मैंने जो फान रखा था, इससे सिवा मेरे पास कुछ भी नहीं था. എന്റെ പ്രാണൻ കൈ പിടിച്ചോണ്ടാ ഞാൻ ഓടിയത്. मैं डर के मैं जीवन मृत्यु को डर के मैं जा रहा था. എന്റെ ചേട്ടൻ എന്നോട് ആമേൻ പലരോട് പറഞ്ഞു, അവനെ എന്റെ അവസരം കിട്ടി ഞാൻ അന്ന് അവനെ കൊല്ലുമെന്ന് പറഞ്ഞതാ. मेरा भाई ने कहा मुझे अगर रास्ता मुझे मिल गया तो मैं मार डालेगा. ആമേൻ. ഒരു അപ്പം കൂടെ എക്സ്ട്രാ എടുക്കാൻ പറ്റിയില്ല. വിശന്ന് ദാഹിച്ചു ആമേൻ വിഷമിച്ചു അല്ലാതായി ഞാൻ വന്നിരിക്കുന്നത്. इसलिए तो मैं डर के भाग रहा था, भाग के जा रहा था, मेरे पास कहीं खाना भी नहीं था. ഞാൻ ഈ നദി യബ്ബോക്ക് നദി കടന്ന് അക്കരെ കയറിയപ്പോൾ എന്റെ കയ്യിൽ ഒരു വടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. जब मैं याबोक रिवर क्रॉस करके मैं जब जा रहा था, मेरे पास सिर्फ एक लकड़ी थे. അന്ന് ഞാനൊരു പ്രാർത്ഥന എന്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചാ പോയത്. उसी टाइम मैंने खुदाबंद से यही प्रार्थना किया, യാത്ര നീ എന്നോട് കൂടി ഇരിക്കണേ. मेरे रास्ता पे मेरे साथ आप बसो, ആമേൻ. എനിക്ക് ഭക്ഷിപ്പാൻ ആഹാരം തരണമേ, मुझे खाने के लिए भक्षण दे दो, ധരിപ്പാൻ വസ്ത്രം തരണമേ. मुझे बांधने के लिए कपड़ा दो, ആമേൻ. അപ്പന്റെ വീട്ടിൽ എന്നെ സമാധാനത്തോടെ മടക്കി വരുത്തണമേ. तो पिता का घर पे मुझे वापस लेके आओ. വേറെ ഒന്നും കൂടുതൽ ചോദിച്ചില്ല. मैं और कुछ नहीं मांगा. ആമേൻ. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞാൻ ചില കാര്യങ്ങൾ ചെയ്യാമെന്ന് യാക്കോബ് പറഞ്ഞു. अगर आप मुझे ऐसे करेगा तो मैं आपके लिए कुछ करेंगे. ഒന്നാമത്തെ കാര്യം ഇതായിരുന്നു, നീ എനിക്ക് ദൈവമായിരിക്കും കർത്താവേ. उसने पहले जो कहा, खुदावन आप मेरा खुदावन देंगे. എന്റെ പിതാക്കന്മാരുടെ ദൈവമേ, അങ്ങന്റെ ദൈവമായിരിക്കും എന്റെ പരമ്പര എന്ന് പറഞ്ഞു. मेरा पिता लोगों का जो खानदान का खुदावन आप मेरे भी खुदावन देंगे. ഞാൻ ഇവിടെ വന്ന് അങ്ങ് ആരാധിക്കുമെന്ന് പറഞ്ഞു. मैं वापस इधर आके मैं आपको आराधना देंगे. എനിക്ക് തരുന്ന സകലത്തിൽ ഞാൻ ദശാംശം കൊടുക്കുമെന്ന് പറഞ്ഞു. जो भी आप कुछ मुझे देगा, मैं सबसे मैं दशांश आपको देंगे. അങ്ങനെ 20 വർഷം കഴിഞ്ഞ് മടങ്ങി വരുന്ന ആമേൻ എന്നെ ദൈവം അനുഗ്രഹിച്ചിട്ട് വലിയ രണ്ട് കൂട്ടമാക്കിയെന്ന് അദ്ദേഹം ഉറപ്പായിട്ട് സാക്ഷ്യം പറയും. ऐसे में 20 साल के बाद जब वापस आ रहा था, मैं सिर्फ एक आदमी थे. मैं जब गया था, लेकिन मैं जब वापस आया, 2 बड़ा बाढ़ आ गया, भीड़ में मैं वापस आ गया. ഇനി മറ്റൊരു ആത്മീക സത്യം കൂടെ നിങ്ങൾ ഗ്രഹിച്ചോണം. एक और आदमी का सत्य मैं आपको बताना चाहता हूँ. സമ്പന്നനായിരുന്നെന്ന് തിരുവെഴുത്തിൽ വായിക്കുന്നു. वो बहुत संपन्न थे. ആമേൻ. അദ്ദേഹത്തിന് ധാരാളം ആടുമാടുകളും ദാസിദാസന്മാരും ഒട്ടകങ്ങളും ആമേൻ എല്ലാം ഉണ്ടായിരുന്നു. उनको बहुत सारे जंतु लोग थे. കഴിഞ്ഞ ദിവസം ഞാൻ രാത്രി പറഞ്ഞതുപോലെ ഒരു നേരം ആമേൻ അബ്രഹാമിന്റെ വീട്ടിൽ 1000 പേർക്കെങ്കിലും ഇലയിടണം. जो इब्राहिम का जो घर पे एक टाइम पर खाने के लिए कम से कम 1000 लोग थे. ആമേൻ. കാരണം 318 അഭ്യാസികൾ തന്റെ വീട്ടിൽ ജനിച്ചു വളർന്നു. उनके साथ 318 लोग प्रैक्टिस करने वाला लोग थे. അവരുടെ മാതാപിതാക്കളും സഹോദരങ്ങളും എല്ലാം കൂടെ കൂട്ടി ആമേൻ വേലക്കാരും കൂലിക്കാരും എല്ലാം കൂടെ എടുത്തു നോക്കിയാൽ 1000 പേര് സുഖമായിട്ട് അതിൽ കൂടുതലുണ്ട്. हमें मालूम है उनका जो सर्वेंट सब मिला के कम से कम 1000 लोग थे. ആമേൻ. അദ്ദേഹത്തിന്റെ സമ്പത്ത് എത്ര ആയിരുന്നെന്ന് കൃത്യം അറിഞ്ഞുകൂടാ. अगर 1000 लोग उनका परिवार उनका साथ है तो हमें मालूम है कितनी संपन्न आदमी थे वो. അത് മുഴുവൻ തന്റെ മകനായ ഇസ്ഹാക്കിന് കൊടുത്തു. वो सब उसका जो
जितनी उनके हाथ में थे वो सब उनका बेटा इसहाक को പക്ഷേ दिया। ആമേൻ ഇസ്ഹാക്ക് യാക്കോബിന് എന്തായാലും കൊടുത്തതായിട്ട് എഴുതി വെച്ചിട്ടില്ല. इसहाक ने कुछ भी उनका बेटा याकूब को नहीं दिया। നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മടങ്ങി വരുന്ന യാക്കോബ് മഹാസമ്പന്നനായിട്ടാണ് വരുന്നത്. लेकिन 20 साल के बाद याकूब जब वापस आ रहा था वो संपन्न होकर आ रहा था। ഒരു വടിയും കൊണ്ട് അക്കരെ കടന്നവനായി ഇപ്പോൾ വരുന്നത് വലിയ രണ്ട് കൂട്ടമായിട്ടാണ് വരുന്നത്. एक लकड़ी के साथ आगे चल रहा वो रिवर क्रॉस किया था, लेकिन अभी जो आमेन। वापस आ रहा था दो बड़ा लोगों को लेके आ रहा था। ആമേൻ. പിള്ളാര് 12 എണ്ണം ഉണ്ട്. 12 बेटा लोग थे। ആമേൻ. അന്ന് ബെഞ്ചമിൻ ജനിച്ചിട്ടില്ല. उसी टाइम 11 बेटा थे, बेंजामिन नहीं पैदा മകൾ हुआ। ഉൾപ്പെടെ 12 പേര് ഇപ്പോ ഉണ്ട്. बेटी मिला के 12 लोग थे। 4 ഭാര്യമാരുണ്ട്. 4 बीवी लोग थी। ഇഷ്ടംപോലെ വസ്തുവകൾ, ആമേൻ, ഇഷ്ടംപോലെ ആടുമാടുകൾ, ദാസിദാസന്മാരെല്ലാം ഉണ്ട്. बहुत सारे जंत लोग थे और सर्वेंट्स भी थे। ദൈവത്തിന്റെ വിശ്വസ്തത എത്ര വലുതാണെന്ന് നിങ്ങൾ ഓർത്തു നോക്കിയേ. खुदावन कितनी खुशी से, कितने ഒരു विश्वस्तता के മടിയോട് साथ उनको परिवार को ഒരു संभाला। മടിയോടുകൂടി അക്കരെ കടന്നവനെ സമൃദ്ധിയോടുകൂടെ മടക്കി വരുത്തുന്ന ഒരു ദൈവമുണ്ടെന്ന് മറക്കരുത്. खुदावन बहुत समृद्धि के साथ उनको वापस लेके आया। പറഞ്ഞു വന്നത് ആ യാക്കോബിന്റെ മകന് 17ാമത്തെ വയസ്സിൽ ആമേൻ ദൈവത്തിന്റെ സ്വപ്നം കണ്ടുകൊണ്ട് തന്റെ ജീവിതം ആരംഭിക്കുന്നു. वो याकूब का जो बेटा थे वो यूसुफ ने ये सपना देखा था। ആമേൻ. യോസഫ് 2 പ്രാവശ്യം ഒരു കൺഫർമേഷൻ ആയിട്ട് ആ സ്വപ്നം കാണുക. यूसुफ ने 2 बार वो सपना देखा। ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 17ാമത്തെ വയസ്സിൽ ആമേൻ ലോകക്കാർ കാണുന്ന സ്വപ്നം ഏതായിരിക്കുമെന്ന് നമുക്കറിയാമല്ലോ. പക്ഷേ 17ാമത്തെ വയസ്സിൽ ദൈവം തന്നെ ഉയർത്തുന്ന സ്വപ്നം കണ്ടുകൊണ്ടാണ് ആമേൻ യാക്കോബിന്റെ ചരിത്രം ആരംഭിക്കുന്നത്. याकूब का जो चरित्र यही शुरू कर रहा था, वो 12-17 साल में वो सपना देखे, खुदावन का सपना देखे, आगे करने वाला सपना देखे उसने उसका चरित्र शुरू किया। രാത്രി ഒരു വലിയ ആത്മീക സത്യത്തിൽ നിന്ന് ഗ്രഹിച്ചു പോണേ. एक सत्य आदमी सत्य आप थोड़ा എന്താണെന്ന് അറിയാമോ? विश्वास करो। ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ തലമുറകൾ എങ്ങനെ വളരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്? हमारा जो बेटा और बेटी लोग कैसे जीना चाहिए, ये क्या सोच रहे हैं आप? ഇന്നത്തെ പ്രാർത്ഥനയൊക്കെ മതി, അതിലൊട്ടും കൂടേണ്ടെന്ന് ചിന്തിക്കുന്ന എത്ര പേരുണ്ട്? जितनी मैं प्रार्थना कर रहा हूँ बस उतनी तक मेरा बेटा भी और बेटी भी प्रार्थना करना चाहिए। എന്നെക്കാളും കൂടുതൽ ആരാധന ഉപവാസം ഒന്നും എന്റെ പിള്ളേർക്ക് വേണ്ടെന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഇതിനകത്ത് ഇരിപ്പുണ്ടോ? उससे सिवा और ज्यादा खुदावन के लिए सेवा नहीं करना चाहिए, ऐसा कोई सोचने वाला എന്റെ कोई है? പിള്ളേരുടെ ആത്മീയ ഇപ്പൊ തന്നെ കൂടുതലാ, അത്ര കുറയ്ക്കണമെന്ന് വിചാരിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? और मुझसे भी कम ही करना चाहिए, ऐसा कोई सोचने वाला है? ഒരു കാര്യം ഞാൻ ഇന്ന് രാത്രി പറയട്ടെ. बात मैं बताना चाहता हूँ। ആമേൻ. ദൈവമക്കളെ, നമ്മുടെ തലമുറകളും ദൈവകൃപയും നിൽക്കണമെങ്കിൽ നിങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നവരാകണം, നിങ്ങൾ ദൈവത്തെ സേവിക്കുന്നവരാകണം, നിങ്ങളുടെ തലമുറകൾ അത് കണ്ടു വളരണം. अगर आप खुदावन को सेवा करना लोग है तो, खुदावन को जिंदगी देने वाला लोग है तो आपका परिवार भी यही देखे, उनका आपका पीछे हम जाएंगे। പലതും പ്രാർത്ഥിക്കയില്ല, ആരാധിക്കയില്ല, ഒരു ആത്മികവുമില്ല, ഒരു ദൈവകൃപയുമില്ല. അടുത്ത തലമുറ എന്ത് കണ്ടാ പഠിക്കേണ്ടത്? अगर आप प्रार्थनाएं नहीं कर रहा हो, आप भजन पढ़ नहीं रहे, आपका परिवार और आपका बेटा और बेटी लोग क्या देख के पढ़ेंगे? തലേ കൈവച്ച് അയ്യം വിളിച്ച് നിലവിളിക്കാതിരിക്കണമെങ്കിലുണ്ടല്ലോ, പ്രാർത്ഥിച്ചോ. अगर आप प्रार्थना नहीं कर रहे तो बाद में रोने के लिए വളരെ സ്നേഹത്തോടെ നിങ്ങളോട് പറയട്ടെ, ആമേൻ, സ്തോത്രം. നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ ആരാധന എല്ലാം നമ്മുടെ തലമുറകൾ കാണട്ടെ, അവർ ദൈവകൃപയിലേക്ക് വരട്ടെ. അവരുടെ പ്രതിസന്ധികളിൽ അപ്പൻ സേവിച്ച് അമ്മ സേവിച്ച് അപ്പനും അമ്മയും പ്രാർത്ഥിക്കുന്ന അവരുടെ പ്രാർത്ഥന കേട്ട് ദൈവം എന്റെ ദൈവമാണെന്ന് ആമേൻ. അവൻ നമ്മുടെ തലമുറകൾ നാളുകളിൽ പറയട്ടെ. आमीन। मेरे जो पिताजी और माताजी जो खुदावन को सेवा कर रहा था, वो उनसे मैं पढ़ रहा हूँ, वो कितनी विश्वस्त थे, कितनी सेवाई कर रहा था। मेरा जिंदगी में भी वही मुझे भी संभालेगा जब भी मुसीबत का सामने में प्रार्थना करेगा, क्योंकि मैंने यही देखा था। ये हमारा परिवार भी, हमारा बच्चा लोग भी यही बताना चाहिए। കാണുന്ന അപ്പന്റെ അമ്മയുടെ സ്വഭാവം എന്തായിരിക്കും? हमारा जो पिताजी और हमारा बेटा लोग क्या देखते हैं, हमारा कैरेक्टर। ആമേൻ. പ്രാർത്ഥനയ്ക്ക് പോകാത്ത, ആരാധിക്കാത്ത, ആത്മീയ താല്പര്യമില്ലാത്ത, ആമേൻ, സ്തോത്രം, ദൈവവചനം വായിക്കാത്ത, ആമേൻ, ദൈവസനെ കരയാൻ ഒരു അല്പസമയം വേർതിരിക്കാത്ത അപ്പന്മാരെ അമ്മമാരെ കണ്ടു വേണോ അടുത്ത തലമുറ പഠിക്കാൻ. അല്ല, നിലവിളിക്കുന്ന കരയുന്ന ആത്മഭാരമുള്ള യേശുവിനെ മറ്റെന്തിനേക്കാൾ സ്നേഹിക്കുന്ന ആമേൻ മാതാപിതാക്കളെ തലമുറകൾ കണ്ടു വളരട്ടെ. आमीन। आपका जो बेटा लोग और बेटी लोग यही देखे, जो हमेशा प्रार्थना करने वाला, आराधना के लिए बहुत हमेशा इंपॉर्टेंट देने वाला जो परिवार है, वो पिता है, माता है, ये देखे हमारा बच्चा लोग पढ़ना चाहिए। ഒരു
കാര്യം ഞാൻ ഉറപ്പായി പറയാം, बात और बताना चाहता हूँ, ദൈവം നോക്കി वो जो हमारा परिवार, हमारा बेटा लोग അവരുടെ ഭാവി സർവശക്തന്റെ കയ്യിലാണ്. खुदावन का हाथ में है, उनका जो भावी പിശാച് എന്തെല്ലാം പദ്ധതി ഒരുക്കിയാലും അങ്ങനെയുള്ള ദൈവജനത്തിന്റെ തലമുറകളുടെ ഭാവി ദൈവത്തിന്റെ കയ്യിലാണ്. God shall decide their destiny. जो ऐसे करने वाला जो बेटा और बेटियों का जो फ्यूचर है खुदावन का हाथ में, दुश्मन कितनी भी रास्ता पे बंद करेगा फिर भी खुदावन उनका मंजिल पे ഒന്ന് पहुंचाएगा। കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. हालेलुया। ഇന്ന് രാത്രി നമുക്കൊരു തീരുമാനം ഉണ്ടാകും. आज रात को हम एक डिसीजन ले लो। കഴിഞ്ഞ ദിവസം വരെ പോയതുപോലല്ല, വളരെ വ്യത്യസ്തമായിട്ട് എന്റെ ദൈവത്തെ വരുന്ന ദിവസം മുതൽ ഞാൻ ആരാധിക്കും. कल तक मैंने जो डिसाइड किया था, कल तक मैंने जो किया, इससे सिवा उससे भी आगे में करेगा। ദൈവഭക്തിയോടെ ഞാൻ ജീവിക്കും. भक्तियों के साथ में जिएंगे, ഞാൻ നന്നായിട്ട് പ്രാർത്ഥിക്കും. अच्छा से अच्छी तरीके से ഞാൻ मैं प्रार्थना करेगा। ദൈവവചനം എല്ലാ ദിവസവും വായിക്കും. पवित्र वचन में हर दिन पढ़ेगा, ഞാൻ വളരെ സമയം ഇരുന്ന് ഞാൻ പ്രാർത്ഥിക്കും. जो बैठ के दो देर बैठ के प्रार्थना करेगा। എന്റെ കുഞ്ഞുങ്ങൾ അത് കണ്ടു വളരാൻ ഇടയാകും. जो मेरा प्रार्थना, मेरा वचन पढ़ना सब देख के मेरे बच्चे അങ്ങനെ ചെയ്യുന്നെങ്കിൽ നാളുകളിൽ അവരുടെ ദൈവം, നിങ്ങളുടെ ദൈവം അവർക്ക് തുണയായിട്ട് ജീവിത പ്രതിസന്ധികളിൽ ഉണ്ടാകും. अगर ऐसा कर रहे हो तो आपका जिंदगी का जो आपका बेटा लोगों को और बेटी लोगों को जिंदगी का मुसीबत का टाइम पर खुदावन उनके लिए है। ആമേൻ. കരങ്ങളൊന്ന് ഉയർത്തി ദൈവത്തെ സ്തുതിച്ചേ. हाथ ऊपर करके खुदावन को आशीष പണത്തിന് दो। വേണ്ടി ഓടുന്ന അപ്പനെ അമ്മയെ അല്ല കുഞ്ഞുങ്ങൾ കണ്ടു വളരേണ്ടത്. जो संपादन करने के लिए जो भागने वाला बेटा और बेटी, माता पिता और माता को नहीं देखना മറ്റു चाहिए। പലതിനും വേണ്ടി ഓടുന്ന അപ്പനെ അമ്മയെ കണ്ടല്ല നമ്മുടെ കുഞ്ഞുങ്ങൾ വളരേണ്ടത്. जो दुनिया को सब कुछ लेने के लिए भागने वाला पिता और माता को देख के हमारा बेटा लोग नहीं पढ़ना चाहिए। പറയുന്നത് പോലെ കർത്താവേ, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ലെന്ന് പറയുന്ന ദൈവഭക്തരെ കണ്ട് നമ്മുടെ തലമുറകൾ വളരട്ടെ. जो पवित्र वचन में जो दाऊद ने इस प्रकार कहा, आपके सिवा मेरे को कुछ भी अच्छा नहीं है, ऐसा सोचने वाला पिताजी और माता भी होना चाहिए हमारा। ഒരു കാര്യം ഉറപ്പായി പറയാം, അങ്ങനെയുള്ളവരുടെ ആമേൻ കാര്യങ്ങളുടെ തീരുമാനം, അവരുടെ ജീവിതത്തിന്റെ സമാപ്തി, അവരുടെ ഡെസ്റ്റിനി ദൈവം തീരുമാനിക്കുന്നു. ओ उन सबका जो जिंदगी का मंजिल वो खुदावन जानता हूँ। ആമേൻ. 17ാമത്തെ വയസ്സിൽ ദൈവിക സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് ഒരു യുവാവ് എഴുന്നേറ്റ് വരിക. 17 साल में वो सपना देखे एक यौवन का बच्चा बैठा निकला। എന്റെ സ്വപ്നം ചെറിയ സ്വപ്നമല്ല കേട്ടോ. उनका जो सपना छोटा स्वप्न नहीं था। എന്റെ സ്വപ്നം എന്ന് പറയുന്നത് 11 നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും തന്നെ നമസ്കരിക്കുന്ന കാഴ്ചയാണ് അവൻ കാണുന്നത്. उसका सपना थे वो 11 सूर्य और चंद्र और तारों मिलकर उनको आराधना देने वाला सपना देखा था। 11 കറ്റകൾ തന്നെ വീണ്ടും നമസ്കരിക്കുന്ന കാഴ്ചയാണ് അവൻ കാണുന്നത്. जो 11 फल का जो बूंद साथ मिलकर उनको आराधना कर रहे, वही देख रहा था। അവൻ ദൈവം നൽകിയ ആ സ്വപ്നം പറയാൻ ഒരു മടി യോസേഫിനുണ്ടായി. जो खुदावन उनको सपना दिया, वो सपना दूसरों को बताने के लिए कोई मन किया। നല്ല കൺഫർമേഷൻ ഉണ്ടായിരുന്നു, ദൈവം തന്നതാണ്. वो खुदावन ने दिया, एक कंफर्मेशन था, इसलिए तो सबको बता दिया। ഒരു പ്രാവശ്യമല്ല, 2 പ്രാവശ്യം ആ സ്വപ്നം കൊടുത്തു. वो सपना दो बार देखा था। 17ാമത്തെ വയസ്സിൽ സ്വർഗീയ സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങി. वो 17 साल से लेकर स्वर्गीय सपना देखना शुरू किया രാത്രി था। ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, एक रात एक बात मैं पूछूं आपको, ഈ പാമ്പ് കൊത്താൻ വരുന്നതും ആന കുത്താൻ വരുന്നതും അല്ലാതെ വല്ല സ്വപ്നം കാണാറുണ്ടോ? अगर आप कोई सपना देख के कोई सांप काटने वाला और हाथी मारने वाला ऐसे कोई सपना देखा है कि नहीं? ദൈവികമായ സ്വപ്നങ്ങൾ ദൈവം തരാറുണ്ടോ? जो स्वर्गीय सपना आप देखा है, അതിനുവേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ടോ? वो सपना मिलने के लिए कोई प्रार्थना करता है? നാളെയുള്ള കാര്യങ്ങൾ, എന്റെ ആമേൻ മുന്നോട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായി എനിക്ക് കാണിച്ചു തരണമെന്ന് പ്രാർത്ഥിക്കുന്ന അത്ര ദൈവമക്കൾ ഇതിനകത്ത് मेरा ഇരിപ്പുണ്ട്. जिंदगी के जो आगे दिन कैसे होगा ये सब बताने के लिए आप प्रार्थना कर रहे हो। അപ്പന്റെ പിതാവിന് ആമേൻ അപ്പന്റെ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ച യോസേഫ് ചെറിയ പ്രായത്തിലെ ദൈവിക സ്വപ്നങ്ങൾ കണ്ടുവെങ്കിൽ ഈ തലമുറയിലുള്ളവരോട് പറയട്ടെ, ആമേൻ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം നമ്മുടെ ദൈവമാണ്. തലമുറകൾ ഉറപ്പിക്കട്ടെ. हालेलुया। जो 17 साल से उनको मालूम था उनका पिता का जो खुदावन, मेरा भी खुदावन है, उनसे प्रार्थना किया, उसने सपना मेरे को दिया, उनका बता दिया कि मेरा मंजिल का है। ऐसा आपको भी ऐसा प्रार्थना है तो आपको भी दिखाएंगे। वो 90 സങ്കീർത്തനത്തിൽ ആമേൻ മോശ ഇങ്ങനെ പാടി, जो भजन संगीता 90 अध्याय पर मूसा ने इस प्रकार कहा, കർത്താവേ നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമാണ്. आप खानदानी से आप मेरा refuge है। Generation to generation you are our Lord. നീ ഞങ്ങളുടെ ദൈവമാണെന്ന് വിളിച്ചു പറയുക.
जो मेरा पूरा परिवार को आप खुदावन है। രാത്രി ഒരു കാര്യം പറയട്ടെ, ആമേൻ. എന്റെ നിങ്ങളെ ഞാൻ നിങ്ങളെ സേവിക്കുന്ന ദൈവം നമ്മുടെ തലമുറകൾ നമ്മളെക്കാൾ ഉത്സാഹമുള്ള ദൈവത്തെ സേവിക്കുന്ന നമ്മൾ എത്ര ഉത്സാഹമുള്ളവരായിരിക്കണം എന്ന് പറഞ്ഞു. अब यही आपका मन में रखो, बहुत खुशियों के साथ, मन के साथ खुदावन को आप सेवकाई करो। അതുകൊണ്ട് ഇന്ന് രാത്രി ഒരു തീരുമാനത്തോടെ മടങ്ങി പോകാവൂ. एक डिसीजन लेके आप जाओ। കർത്താവ് ആഴ്ച വരെ പോയതുപോലല്ല, വരുന്ന ദിവസങ്ങൾ മുതൽ കർത്താവിനോട് ചേർന്ന് ഞാൻ നടക്കാൻ തീരുമാനിക്കുകയാണ്. कल तक मैंने जैसे थे वो मैं भूल जाता हूँ, आज से आपके साथ चलना चाहता हूँ। ഞാൻ ഇനി കൂടുതൽ സമയം പ്രാർത്ഥനയ്ക്ക് വേണ്ടി കഴിക്കും. मेरा समय मैं प्रार्थना के लिए भी ज्यादा रखेंगे। ബന്ധത്തിൽ ദൈവവചന ധ്യാനത്തിൽ ഞാൻ ഇനി കൂടുതൽ സമയം पवित्र वचन ध्यान करने के लिए मैं समय रखेंगे। Praise the Lord എന്ന് കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. हालेलुया, हालेलुया। हमारा जिंदगी उनका हाथ में दे दो। കൃത്യമായിട്ട് സമയത്തിന് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ പ്രാർത്ഥിക്കാൻ ഒരു മടിയും കൂടാതെ ആമേൻ. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ ചൊവ്വേനെ പ്രാർത്ഥിക്കാൻ പറ്റുന്ന എത്ര പേര് ഇതിനകത്ത്? अगर आपको कोई प्रार्थना करने के लिए कोई कहा है, आप बिना डर से आप प्रार्थना करेगा। അതുകൊണ്ട് അടുത്ത ആഴ്ച മുതൽ എത്ര പേരുണ്ടെന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പോവാം. हालेलुया। अगले हफ्ते से मैं यही देखता हूँ, सबको मैं बोलेगा 1 by 1 प्रार्थना करो। ആമേൻ. രക്ഷിക്കപ്പെട്ട ദൈവത്തെ സ്തുതിച്ചാട്ടെ. जो ആമേൻ. रक्षा नहीं पाले, അല്ലാത്തവർക്കെല്ലാം ഇളവുണ്ട്. जो बंदा पवित्र बत्तीसवा लेके खुदावन का हमारा चर्च में गलीचा में है, वो सबको मैंने एक ना एक दिन बोलेगा प्रार्थना करो। അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് ഓരോരുത്തര് പുതിയൊരു ടെക്നിക്ക് കണ്ടുപിടിച്ചു കളയും. कोई नया टेक्निक नहीं देखना है। അപ്പൊ ഒരറ്റം മുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങും അടുത്ത ആഴ്ച മുതൽ. मैं अभी नेक्स्ट वीक ऑनवर्ड्स एक साइड से मैं प्रार्थना के लिए बोलेंगे। ഭഗവാന്റെ ഭാഗത്ത് അവിടെ ഇരിക്കുന്ന ആരാണോ അവിടുന്ന് പ്രാർത്ഥിച്ചു തുടങ്ങും. जो उसी साइड में जो भी सिस्टर जी बैठा, जो बहन बैठा है, സഹോദരന്മാരുടെ ഭാഗത്ത് ഇവിടെ ഇരിക്കുന്ന ആരാണോ അവിടെ പോലും പ്രാർത്ഥിച്ചു തുടങ്ങും. इसी साइड से प्रार्थना करना शुरू करेंगे। ഓരോ ആഴ്ചയിലും ആമേൻ ഇരിക്കുന്ന ആൾ ആരാന്നറിയാം, അടുത്ത ആള് വീതം പ്രാർത്ഥിക്കും. जो नेक्स्ट वीक में जो पहले जो प्रार्थना करेगा, दूसरे वीक में दूसरा आदमी प्रार्थना करना അപ്പൊ ഈ चाहिए। ആഴ്ച പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ അടുത്ത ടേൺ എന്റെ ആന്ന് കാണുമ്പോൾ നേരെ പുറകിൽ പോയിരിക്കരുത്. अगर आप प्रार्थना की, आपका टर्न जब आएगा, आप सीट बदलना नहीं चाहिए। എനിക്കറിയാം ഓരോരുത്തർ എവിടെ ഇരിക്കുന്നതെന്നും അടുത്ത ടേൺ ആരുടെയാണെന്നും എനിക്കറിയാം. मुझे मालूम है दूसरा टर्न किसका है, वो मेरे को मालूम है। അതുകൊണ്ട് അടുത്ത ആഴ്ച മുതലുള്ള പ്രാർത്ഥന ഇങ്ങനെ പേര് പറഞ്ഞായിരിക്കത്തില്ല. ഒരറ്റ മുതൽ പ്രാർത്ഥിച്ചോണം, എല്ലാവരും പ്രാർത്ഥിക്കാൻ പഠിച്ചോണം. सब लोग प्रार्थना करना सीखो, और हर अगले हफ्ते से हम ऐसे एक कोरोना से प्रार्थना करना शुरू करेंगे। आप വല്ല തട്ടും തടസ്സമുണ്ടോ? और कोई बात करने के लिए कोई तकलीफ नहीं होता है। വല്ല തട്ടും തടസ്സമുണ്ടോ? നല്ല പോലെ വർത്താനം പറയും നിങ്ങളല്ല, എനിക്കറിയാം എല്ലാവരും. ഒരു കുഴപ്പമില്ല. പ്രാർത്ഥിക്കുമ്പോൾ മാത്രം ശബ്ദവും ഇല്ല, വാക്കും ഇല്ല. Praise the Lord. അടുത്ത ആഴ്ച മുതൽ മൈക്ക് अगला हफ्ता से माइक आपके पास देंगे, आप जोर से शब्द ऊपर करके आप प्रार्थना करना। लेकिन സ്തുതിച്ചാട്ടെ. चर्च पे ഇത് പ്രാർത്ഥിക്കാൻ ഉപദേശിച്ച് പറഞ്ഞുകൊണ്ട് പിന്നെ വഴിക്കയില്ലെന്ന് പറയരുത്. സ്തോത്രം. പറഞ്ഞ മനസ്സിലായോ? നിങ്ങൾ പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ തലമുറകൾ കാണും. जो आप प्रार्थना कर रहे हैं वो सीरियस बात है। ഉപവസിക്കുന്ന നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കാണണം. ये सीरियस बात यही है कि जब आप प्रार्थना करेगा, आपका പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ കാണണം. आपका बच्चा लोग यही देखे, फट के पढ़ेंगे, यही वो लोग भी यही करेंगे। जब आप उपवास करेगा, आपका परिवार लोग और आपका बेटा लोग और बेटी लोग यही देखे करेंगे। वो हमें मालूम है जो दुनिया एक दिन घाटे में जा रहे हैं। बाद में रोने के लिए भी नहीं, क्योंकि हमारा बच्चा लोग हम सबको देखे, हमारा प्रेयर, हमारा उपवास, हमारा आराधना, वो सब देखे, वो लोग पढ़ेंगे, वो लोग हमसे भी आगे होना चाहिए, क्योंकि वो लोग जीने का उनका ज़माना बहुत बुरा है, आगे जो आने वाला है। सो वो सब देखे पढ़ना चाहिए।
मेरे खुदावन मेरे पास मेरे लिए एक पद्धति है, वो मेरे लिए अच्छा ही होंगे। उसके लिए हम सबको खुदावन के हाथ में देंगे।